നമ്മൾ വേദപുസ്തകത്തിൽ ഈ മതിലിനെതിരെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം കാണുന്നുണ്ട്. അത് എവിടെയാണ്? യെരിഹോവിൻ്റെ മതിലാണ്. ഭയങ്കര സ്ട്രോങ് ആണ് ആ മതിൽ കേട്ടോ. നമ്മൾ ചിന്തിക്കുന്ന പോലൊന്നും അല്ല മതിൽ വീണെന്നൊക്കെ പറയുന്നത്. കാരണം ഈ രഥങ്ങൾക്ക് അതിൻ്റെ പുറത്തൂടെ ഓടത്തക്കവണ്ണമുള്ള വീതി ഉണ്ടായിരുന്നു. ഈ ബർവൻ്റെ പുത്രിയുടെ രഥങ്ങൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? രഥങ്ങൾക്ക് അതിൻ്റെ പുറത്തൂടെ ഓടുന്ന വീതിയുള്ള മതിലുകളാണ് അടച്ച് ഉറപ്പാക്കി. അത് യോശുവ 6 കാണുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്, ഇസ്രായേൽ മക്കൾ നിമിത്തം അവർ യെരിഹോവിൻ്റെ മതിലടച്ച് ഉറപ്പാക്കി. ആര് നിമിത്തം? ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കൾ എന്ത് കയറരുത്, അകത്ത് കയറരുത്. നമ്മളിത് തമിഴ്നാട്ടിൽ ഇങ്ങോട്ട് വരുമ്പോൾ കോയമ്പത്തൂർ കഴിഞ്ഞ് വാളകം കഴിയുമ്പം ട്രെയിൻ വാളകം കൊട്ടാരക്കര വാളയാർ കഴിയുമ്പം ഒരു സന്തോഷം തോന്നാറുണ്ടോ? ഉണ്ട്. എന്തുകൊണ്ടാണ്? നമുക്കൊരു കാലാവസ്ഥ വ്യത്യാസം ഉണ്ടായി, ഒരു പച്ചപ്പുണ്ടായി. ഇപ്പം അതൊക്കെ മാറിയെങ്കിൽ പോലും ഈ സഹ്യപർവ്വത നിരകളുണ്ട് അവിടെ. ഉണ്ടോ? ഇവിടെ ലോകത്ത് ഏറ്റവും നല്ല മൺസൂൺ കിട്ടുന്ന സ്ഥലം ഏതാ? നല്ല മൺസൂൺ കിട്ടുന്ന സ്ഥലങ്ങളിൽ ഒന്ന് ഏതാ? കേരളമാണ്. കൃത്യമായിരുന്നു. ഇപ്പം മറ്റേ മാറി. പ്രകൃതി കാലാവസ്ഥ വ്യതിയാനങ്ങളാണ്. നമ്മൾ മണ്ണിടിച്ച് നിരപ്പാക്കുന്നു, കുന്നുകൾ താക്കുന്നു, മരങ്ങൾ വെട്ടിക്കളയുന്നു. അപ്പം കാലാവസ്ഥ മറ്റേ ജൂൺ മാസം 1-ാം തീയതി ആകുമ്പോൾ എന്ത് കിട്ടും? മഴ കിട്ടും. സ്കൂളിലേക്ക് 1-ാം തീയതി പോവുകയാണ് ഇടവപ്പാതിയിൽ. അന്ന് പാരകൊണ്ട ഒരു ചപ്പൽ വിട്ടുകൊണ്ട് ഒരു പോക്കുണ്ട്. തിരിച്ചു വരുമ്പം ഇവിടം വരെ എന്തോ അടിക്കും? ചള്ളയടിക്കും. അടിച്ചിട്ടുണ്ടോ? ഉണ്ടോ? പാരകൊണ്ട ചപ്പലൊക്കെ ഇപ്പം എന്ത് ചെയ്യേ? ബാത്റൂം സ്ലിപ്പറായി. മറ്റേ ഏറ്റവും നല്ല അതിങ്ങനെ അടിച്ചുകൊണ്ട് പോകും. അതൊക്കെ ഒരു സന്തോഷമായിരുന്നു അല്ലേ? അത് എത്ര നാൾ ഉപയോഗിക്കുന്നറിയാം. എടാ മക്കളെ, അതിൻ്റെ വള്ളി പോകുമ്പോൾ എന്തോ മേടിക്കും? വള്ളി മേടിച്ച് വെളിച്ചെണ്ണ മുക്കി കയറ്റിയിടും. കളയത്തില്ല. ഒരു ചപ്പൽ ഒരു വർഷത്തേക്കിനാ. വള്ളി മാത്രമേ മേടിക്കത്തുള്ളൂ. ആണോ? അപ്പോൾ അത് പുറം മുഴുവൻ എന്തോ അടിക്കും? തള്ളയൊക്കെ അടിക്കും. അത് ഇടവപ്പാതിയാണ്. ഇന്ന് നമുക്ക് ഈ ഇടവപ്പാതി എല്ലാം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ്? നമുക്കൊരു മതിലുണ്ടായിരുന്നു. എവിടെ? സഹ്യപർവ്വതര. പിന്നെ ഇപ്പുറത്തുനിന്ന് അപ്പുറത്ത് ഈ അറബിക്കടൽ പടിഞ്ഞാറ് അങ്ങോട്ട് പോയാൽ വേറെ കൾച്ചറാണ്. അതെവിടാ? ഗൾഫാണ്. എവിടാ? കടലിനക്കരെ. ആണോ? അവിടുത്തെ കൾച്ചറും അവിടുത്തെ കാലാവസ്ഥയും ഇവിടെ ഇല്ലാത്തത് നമുക്ക് എന്തുള്ളത് കൊണ്ടാണ്? അവിടെ ഒരു മതിലുണ്ട്. അപ്പം മതിലുകൾ എപ്പോഴും ഒരു പ്രകൃതി തരുന്നുണ്ട്, ഒരു സ്വഭാവം തരുന്നുണ്ട്. ഇന്ത്യക്ക് ഇന്ത്യതായൊരു മതിലുണ്ട്. കാശ്മീർ. നമ്മളെന്തുകൊണ്ടാണ് ഈ കാശ്മീർ വിട്ടുകൊടുക്കാത്തേ? കാശ്മീരും അവിടെ എല്ലാം പോയാൽ നേരെ ചൈനക്കാർ എവിടെ കയറും? ഇങ്ങോട്ട് കയറും. അപ്പം നമുക്ക് നമ്മുടേതായൊരു മതിലുണ്ട് അല്ലേ? മതിലുകൾ ഒരു വലിയ കാര്യമല്ല, പക്ഷേ ചെറിയൊരു കാര്യമല്ല. മതിലുകളാണ് ഒരു സംസ്കാരം എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇന്ന് മതിൽ പോയതിൻ്റെ കാര്യം, ഇന്ന് മതിലുകളില്ലാത്തൊരു ജീവിതം. നമുക്കെല്ലാം വീടിന് മതിലുണ്ട്, പക്ഷേ നമുക്ക് ടെക്നിക്കലി എന്തില്ല? മതിലില്ല. വീടിനെന്തുണ്ട്? മതിലുണ്ട്. ഇന്ന് മതിലുകളില്ലാത്ത ലോകമാണ്. പണ്ടൊക്കെ ഈ മതിൽ പണ്ട് വേലിയായിരുന്നു. എല്ലാവരും ഈ പത്തൽ വെച്ച് എന്തോ കെട്ടി? വേലി കെട്ടി. എന്നിട്ട് അവിടോട്ട് ആ വേലി എന്തിനായിരുന്നു അറിയാമോ? അതിനു വേണ്ടി തന്നെയല്ലായിരുന്നു. ആ വേലി പശുവും പട്ടിയൊന്നും കയറാതിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് അപ്പുറത്തെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി അവിടെ എന്തോ ഇട്ടു? ചെറിയ അങ്ങനെ ഇരിക്കെ അച്ഛൻ്റെ കാഴ്ച കണ്ടു. പല പ്രേമങ്ങളും പൂത്തുലഞ്ഞത് എന്തിൻ്റെ അരികിലാണ്? വേലിക്കരികില. വേലിപ്പത്തിന് പൂത്തുലഞ്ഞ കൂട്ടത്തിൽ ഇപ്പുറത്തെ ചേച്ചിയും അപ്പുറത്തെ മോനും കൂടെ സംസാരിക്കുന്നു. അച്ഛൻ 10 ലൂരി ആരെ അടിച്ചു? അവിടം തൊട്ട് 10 ലൂരി അടിച്ചു. എന്നിട്ട് അവിടെ മതിൽ കെട്ടി 2 കട്ട കൂടുതലും വെച്ചു. എന്തിനാ? ഇങ്ങോട്ട് നോക്കാതിരിക്കാനാ. പക്ഷേ അവളാരും മോൾ ഇപ്പം മതിലില്ല. നേരെ അവൾ വീഡിയോ കോൾ വിളിക്കാൻ തുടങ്ങി. ആരോടും സംസാരിക്കുക? എന്തോ ഇല്ല, മതിലില്ല. എന്താണ് ഈ ഗ്ലോബലൈസേഷൻ എന്നുള്ളതിനെ പറ്റി ആരോ ഒരു ഡെഫിനിഷൻ പറഞ്ഞു. ചൈനയിലെ വാച്ച് കെട്ടി, കൊറിയയുടെ കുട പിടിച്ച്, ജപ്പാൻ്റെ വണ്ടിയിൽ കയറി, എല്ലാം ഓരോ രാജ്യങ്ങളുടെയാണ് അല്ലേ? അപ്പം ഇതെല്ലാം കൂടെ കൂടുന്നതാണ് എന്ത്? ഗ്ലോബലൈസേഷൻ. അപ്പം വന്നപ്പം നമുക്ക് എന്തില്ലാതെ പോയി? മതിൽ. ഈ ഫാഷനും അതുപോലൊക്കെയായിരുന്നു. പണ്ട് അമേരിക്കയിലെ ഫാഷൻ ഇന്ത്യയിൽ വരുന്നത് ഒത്തിരി താമസിച്ചിട്ടാണ്. കാരണം കപ്പൽ കയറി അച്ചാൻ വരുന്നത് 2 മാസമൊക്കെ എടുക്കും. അവിടുത്തെ ഹിപ്പി എന്ന ഫാഷൻ അവിടെ തീർന്നപ്പം ഇവിടെ തുടങ്ങി. ഇവിടെ ഹിപ്പി എന്ന ഫാഷൻ വന്നപ്പോഴാണ് പിള്ളേരൊക്കെ എന്താ വളർത്തി? മുടി വളർത്തി. അന്ന് പോലീസുകാരെ പിടിച്ച് മുടി വെട്ടിക്കുമായിരുന്നു. അങ്ങനെ പോലീസുകാരനോട് കലഹിച്ചാണ് പന്ന്യൻ രവീന്ദ്രൻ
മുടി വളർത്തിയത്. അന്നത്തെ ഒരു എസ്ഐയോട് മനുഷ്യാവകാശത്തിൻ്റെ പേരിൽ കലഹിച്ചതാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എൻ്റെ വയലിൽ അവിടെ എവിടെയോ കിടപ്പുണ്ട്. എനിവേ അതൊരു ഇത്. പക്ഷെ ഇന്ന് ലോകത്തിൻ്റെ ഏത് ട്രെൻഡും എവിടെ വരും? നിമിഷ നേരം കൊണ്ട് നമ്മുടെ വീടിനകത്ത് വരും, നമ്മുടെ നാട്ടിൽ വരും. നമുക്കിന്ന് എന്തില്ല? മതിലില്ല. മതിലില്ലാത്ത ലോകമാണ്. പക്ഷേ ദൈവമക്കൾ, അവിടെയാണ് നെഹമ്യാവ് കരഞ്ഞത്. എൻ്റെ യെരൂശലേമിന് എന്തു പോയി? മതിൽ പോയി. മതിൽ പോയാൽ അപ്പുറത്തെ എല്ലാം എവിടെ വരും? ഇപ്പുറത്തെ വരും. ഇന്ന് ലോകത്തിൻ്റെ മുഴുവൻ തിന്മയും വന്നു കയറാൻ കാര്യം നമുക്ക് എന്തില്ലാത്തതുകൊണ്ടാണ്? മതിലില്ലാത്തതുകൊണ്ട്. സത്യമല്ലേ? നമ്മൾ പെന്തക്കോസ്തുകാരെന്നുള്ള നിലയിൽ അഭിമാനിച്ച കുറേ കാര്യങ്ങളുണ്ട്. BJP നേതാവായിരിക്കുന്ന ശ്രീധരൻപിള്ള സാറിൻ്റെ ഒരു വൈറൽ വീഡിയോ ദൈവമക്കൾ പലരും ഷെയർ ചെയ്തു. ലൈവിലാണ് പറയുക. എന്നൊക്കെ ഓർമ്മ കാണോ? കേട്ടുള്ളവരുണ്ടോ? ഓർത്തഡോക്സ് സഭ അംഗങ്ങളുടെ എന്തോ ഒരു പരിപാടിക്ക് അദ്ദേഹം പ്രസംഗിച്ചു. അദ്ദേഹം പ്രസംഗിച്ച ഒരു പ്രഭാഷണം ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഓർത്തഡോക്സ് സഭയുടെ ഒരു ഇതിനാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഞാൻ എൻ്റേതാക്കി പറയുകയാണ്. ഓർത്തഡോക്സ് സഭയുടെ ഒരു പരിപാടിക്കാണ് നിൽക്കുന്ന ബഹുമാനപ്പെട്ട തിരുമേനിമാർ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ നിങ്ങൾ എന്നോട് പിണങ്ങരുത്. ഓർത്തഡോക്സ് സഭയിലെ പല പിള്ളേരും മദ്യപിക്കും. നിങ്ങളുടെ ഇത് കൂടുതലാണ്. പക്ഷേ പെന്തക്കോസ്തുകാരായ മക്കളുടെ ഇത് എന്താണ്? കുറവാണ്. അങ്ങനെ പറയാൻ കാര്യമുണ്ട് എനിക്ക്. അവർ ഇൻഡിവിജ്വലി ഓരോരുത്തരെയും കാണുകയും കെയർ ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് പെന്തക്കോസ്തു കുട്ടികൾ മദ്യപാനം കുറവാണെന്ന് ബഹുമാനപ്പെട്ട ശ്രീധരൻപിള്ള സാറ് പരസ്യമായും ഒരു മീറ്റിങ്ങിൽ പ്രഖ്യാപിച്ചു. പക്ഷേ അത് സത്യമായിരുന്നു. ബീഡി വലിച്ചവരെയും എന്തിനേറെ മക്കളെ ഒരു മുറുക്കാൻ ചവച്ചവരെയും കത്രമേശ അടുപ്പിക്കത്തില്ലായിരുന്നു. 6 മാസം എന്ത് ചെയ്തു വെച്ചു? തിരുത്തി വെച്ചു. ഇന്ന് തിരുത്താൻ പോയാൽ പിന്നെ ആൾ കാണത്തില്ല. ലോകം എവിടെ കയറി? പതുക്കെ കയറി. ഡിവോഴ്സ് നമ്മുടെ ഇടയിലുണ്ടായിരുന്നോ? ഡിവോഴ്സ് നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നോ? ഇല്ല. ഇപ്പം ഡിവോഴ്സുകൾ നമ്മുടെ ഇടയിലായി. ഡിവോഴ്സുകൾ. ഞാൻ എല്ലാ കല്യാണം നടത്തുമ്പോൾ ഒറ്റ കാര്യം പ്രാർത്ഥിക്കും, എൻ്റെ പൊന്ന് കർത്താവേ, കയ്യെ പിടിപ്പിച്ചതൊന്നും കൈ പിരിക്കാനിടയാകല്ലേ. വലിയ ചലഞ്ചാത്. വലിയ ചലഞ്ചാണ്, ചെറിയ ചലഞ്ചല്ല. നമുക്ക് എന്തില്ലാതെ പോകുന്നു? അതില്ലാതെ പോകുന്നു. അപ്പുറത്തേത് ഇപ്പുറത്ത് കയറുക. എന്തിനേറെ പറയുന്നു, അടുത്തിടയ്ക്ക് എനിക്ക് കിട്ടിയൊരു വാർത്ത, ട്രാൻസ്ജെൻഡറായ മക്കൾ വരെ വിശ്വാസ സമൂഹത്തിലുണ്ടാകും. കുറച്ച് കഴിയുമ്പോൾ ഗേ കല്യാണം നടത്തേണ്ടി വരുമോ? വന്നു കയറി എന്തോ ചെയ്യും? ഇറക്കി വിടാവും. മനുഷ്യാവകാശ ധ്വംസനം. മതിലില്ല. ഇവിടെയാണ് മതിൽ കെട്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യം. ഈ സമൂഹത്തിൻ്റെ തിന്മകളും മ്ലേച്ഛതകളും എൻ്റെ സഭയിൽ വരരുതേ, എൻ്റെ സമൂഹത്തിൽ വരരുതേ എന്ന് പ്രാർത്ഥിക്കണം. അതിനൊറ്റ കാര്യമുള്ളൂ. എന്ത് കെട്ടണം? മതിൽ കെട്ടണം. പുറത്തെല്ലാവരും മതിലുണ്ട്, നമുക്കെന്തില്ലാതെ പോയി? മതിലില്ല പോയി. നമ്മുടെ അപകടം പുറത്ത് നമുക്ക് മതിലില്ലെന്ന് തന്നെയല്ല, ഇടയ്ക്ക് ഒത്തിരി നടിച്ചുവരുകളും ഉണ്ടായി. പണ്ടൊരു വിഷയം ഉണ്ടായ സഭാവിശ്വാസിയോട് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ കുഞ്ഞിങ്ങനൊരു അപകടത്തിൽപ്പെട്ടു, നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കണം. തുറന്ന് പറയുന്നൊരു സമൂഹം. അതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. തുറന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. എല്ലാവരും കൂടെ പ്രാർത്ഥിക്കും. ഇന്ന് പറയുമോ ആരെങ്കിലും? പറയുമോ? ഇല്ല. പറഞ്ഞ 5 മിനിറ്റ് മുമ്പ് ലോകം അറിയും. BBC കൊടുക്കും. ഞങ്ങളുടെ പിള്ളേരിപ്പം പറയുന്ന ഒരു തമാശ ഉണ്ട്. അങ്ങനെയൊക്കെ വാർത്ത വന്നാൽ ഇപ്പോൾ ഇന്ന ആൻറ്റി ഇന്നിടത്തുനിന്ന് പങ്കുചേരുന്നു, BBC ന്യൂസ് വായിക്കുകയാണ്. അടുത്ത ആൾ ഇന്നിടത്തുനിന്ന് എന്ത് ചെയ്യുന്നു? പങ്കുചേരുന്നു. പറഞ്ഞാട്ടെ, എന്താണ് ഇന്നത്തെ വിശേഷം? BBC നമ്മളിങ്ങനെ വാർത്ത കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തുറന്നു പറയാൻ പോലും കഴിയാതെ പോകുന്നു. ഇവിടെയൊക്കെയാണ് വളരെ ഗൗരവമായിട്ട് കാണേണ്ടത്. എന്ത് കെട്ടണം? മതിൽ കെട്ടി പ്രാർത്ഥിച്ച് ഒക്കത്തുള്ളൂ. അതാണ് കർത്താവിൻ്റെ ദാസൻ ആഹ്വാനം ചെയ്തത്. ഈ സമൂഹത്തിൻ്റെ മതിലുകൾ നമ്മളാണ്. പ്രാർത്ഥിക്കണം. എങ്ങനെ ഈ സഭകളൊക്കെ ഉടലെടുത്തെന്നറിയാമോ? ഒറ്റ ആൾ പോലും ഇല്ലാത്തടത്ത് അവർ പോയി താമസിച്ചിട്ട് ഓരോ സ്ട്രീറ്റിലും ഗ്രാമങ്ങളിലൂടെ നടന്ന് കണ്ട വീടിനെ എല്ലാം കൈ നീട്ടി എന്താ പറഞ്ഞു? അവകാശം പറഞ്ഞു. നമ്മളവിടെ മണ്ണല്ല അവകാശം പറഞ്ഞത്, ആത്മാക്കളെയാണ്. അങ്ങനെയാണ് സഭകൾ വളർന്നത്. അത് ഭയങ്കര ഒരു പ്രവൃത്തിയാണ്. ഈ എളിയദാസന് ഓസ്ട്രേലിയയിൽ പോയി. അപ്പോൾ കഴിഞ്ഞ പോയ ദിവസങ്ങളിലാണ് പോയപ്പോൾ അവിടുത്തെ പ്രധാന പട്ടണങ്ങളിൽ കൂടെ എല്ലാം പോയി. ഞാനൊരു പ്രധാന പട്ടണത്തിൻ്റെ ഒരു സ്ഥലത്തൂടെ
ഒരു വീക്കെൻഡിൽ പോകുമ്പോൾ അർദ്ധനഗ്നരായ സുന്ദരിമാരിങ്ങനെ ഇറങ്ങിപ്പോവാണ്. എല്ലാവരും കൈകളിൽ സിഗരറ്റും കുപ്പിയും ബാറുകളും പബ്ബുകളും. വീക്കെൻഡാ. ഞാൻ അവിടെ ഇറങ്ങി നിന്നപ്പോൾ ആത്മാവിൽ ഞാൻ പാപം മണത്തു. ഐ കുഡ് സ്മെൽ ആ പാപം. ഞാൻ സഭയിൽ പോയി. നമ്മൾ എന്തിനിങ്ങനെ പ്രാർത്ഥിക്കുക? നമുക്കിന്ന് യോഗ ഇച്ചിരി നേരത്തെ നടത്തണ്ടേ? പക്ഷെ ആ ജനം സീരിയസ് ആയി. മുഴുവൻ ബാലവൃദ്ധം യോഗം കഴിഞ്ഞ് നേരെ ടൗണിൽ പോയി. അത്ഭുതം. ടൗണിൻ്റെ പബ്ബിൻ്റെ മുമ്പിൽ പോയി ആ ജനം മുട്ടുകുത്തി അങ്ങ് പ്രാർത്ഥിച്ചു. അവിടുന്ന് ഒരു ഉയർന്ന കുന്നുണ്ട്, അവിടെയാണ് ഈ കപ്പിൾസ് എല്ലാം വരുന്നത്. ഞങ്ങൾ അവിടെ ചെന്ന് മുട്ടുകുത്തിയപ്പോൾ ഒരു കാര്യം കണ്ടു. അവിടെ നിന്ന് സകല കപ്പിളുകളും അറിയാതെ മാറിപ്പോയി. പക്ഷെ അതൊരു തുടക്കമായിരുന്നു. ഇന്ന് ആ സമൂഹം മുഴുവൻ ആഴ്ച ഒരിക്കൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. എല്ലാവരും ശ്രദ്ധിക്കട്ടെ. നമ്മൾ പ്രാർത്ഥിച്ചില്ല പിന്നെ ആരാ പ്രാർത്ഥിക്കുക? മതിൽ കെട്ടി പ്രാർത്ഥിക്കാൻ ഒരു പുരുഷനെ അന്വേഷിക്കുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മതിലില്ലാത്ത സമൂഹത്തിൽ മതിലാകാൻ വേണ്ടി നമ്മളെയാണ് ദൈവം വിളിച്ചിരിക്കുക. ആ തിന്മ ഇപ്പുറത്തോട്ട് വരരുത്. വളരെ ഗൗരവമായിട്ട് പ്രാർത്ഥിക്കണം. പണ്ട് ഹിറ്റ്ലറുടെ കാലത്ത് കേട്ടിട്ടുണ്ട്, നാസിപ്പട വന്നപ്പോൾ ആരോ പറഞ്ഞു അവർ കൊന്നത് കത്തോലിക്കനെയാണ്, എന്നെയല്ല. അല്ല കമ്മ്യൂണിസ്റ്റുകാരനെയാണ്, ആരെയല്ല, എന്നെയല്ല. ഇച്ചിരി കഴിഞ്ഞപ്പം അടുത്ത ആളെ പിടിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ പ്രാവശ്യം അവർ പിടിച്ച ആരെയാണ്? കത്തോലിക്കനെയാണ്, എന്നെയല്ല. പിന്നെ പിടിച്ചപ്പോൾ പറഞ്ഞു പ്രൊട്ടസ്റ്റൻ്റുകാരനെ, എന്നെയല്ല. അവസാനം അവരെൻ്റെ നേരെ വന്നു. പക്ഷെ അന്ന് ശബ്ദിക്കാൻ ആരുമില്ലാതായിരുന്നു. ഈ തിന്മകൾ ഇന്ന് അപ്പുറത്തെ വീട്ടിലാണെങ്കിൽ നാളെ ഇപ്പുറത്തോട്ട് വരാൻ വലിയ നേരമൊന്നും വേണ്ട. ഇവിടെയാണ് ദൈവമക്കളായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കരമുയർത്തി പ്രാർത്ഥിച്ചേ. മതിൽ കെട്ടി പ്രാർത്ഥിക്കണം. അർജന്റ് നീഡാണ്. മതിൽ കെട്ടി പ്രാർത്ഥിക്കണം. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ പോകുന്ന സ്ട്രീറ്റുകളിൽ, നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിൽ, നിങ്ങൾ ദൈവദാസനെ ആഹ്വാനം ചെയ്തതുപോലെ സ്കൂളുകളിലെല്ലാം പോയി പ്രാർത്ഥിക്കണം. സ്കൂളുകൾക്ക് അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങൾ തയ്യാറാക്കിയ സെക്കുലറായ ലഹരിക്കെതിരെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ലഘുലേഖയുണ്ട്. അത് ഏത് സ്കൂളിലും ഏത് മതത്തിലുള്ളവർക്കും കൊടുക്കാം. കാരണം ഇറ്റ്സ് എ വെരി സെക്കുലർ ട്രാക്റ്റ്. വേണ്ടവർക്ക് എന്നെ ബന്ധപ്പെട്ടാൽ മതി. പക്ഷേ കണ്ടീഷൻ ഇതാണ്, സ്കൂളിൽ പോയിട്ട് നിങ്ങൾ സംസാരിച്ചിട്ട് ത്രൂ ദയർ പേരൻസ് ഓർ സ്കൂൾ അതൊന്നുപോലും മിസ്സാകാതെ കുട്ടികളുടെ കയ്യിലെത്താനുള്ള സംവിധാനം ആർക്കും കൊടുക്കാം. കാരണം അതിനകത്ത് വളരെ സെക്കുലറായിട്ടുള്ള ഒരു പാംപ്ലെറ്റാണ്. അത് വേണ്ടവർക്ക് ബന്ധപ്പെട്ടാൽ തരാവുന്നതാണ്. 10 ലക്ഷം ട്രാക്റ്റുകൾ അടിക്കുകയാണ്. 1 ലക്ഷം അടിച്ചു, ഒത്തിരി പേര് കൊണ്ടുപോയി സ്കൂളുകളിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഒരു ദർശനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഇപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പം നമ്മളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഈ തിന്മകൾ നമ്മളെ തൊടാതെ കാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകാം. അങ്ങനെ മതിലുകൾ നമുക്ക് വേണ്ട എന്നാൽ നമ്മൾ അകത്ത് മതിൽ വേണ്ട എങ്കിലും മതിൽ കെട്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. മതിൽ കെട്ടി പ്രാർത്ഥിക്കണം. 8-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. 9-ാം അധ്യായത്തിൽ നമ്മൾ കണ്ട ഒരു തിന്മയുണ്ട്. നോഹ കൃഷി ചെയ്തു. ഇവിടെയാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ലഹരിയുടെ ദുരന്തം കണ്ടോ? നോഹ കൃഷി ചെയ്തു, മുന്തിരിത്തോപ്പ് നട്ടുണ്ടാക്കി. എന്തടിച്ചു? സിമ്പിളി എന്തടിച്ചു? വെള്ളം അടിച്ചപ്പോൾ പിള്ളേർ വേണ്ടാത്ത രീതിയിൽ എന്ത് ചെയ്തു? കണ്ടു. വേറൊരുത്തൻ വെള്ളം അടിച്ചു. ആരാ? വരഞ്ഞു പോയ നീതിമാനായ ലോത്ത്. അയ്യോ, ഇതുപോലൊരു ഒരു ഒരു തകർച്ച ആർക്കെങ്കിലും ഉണ്ടാകാനുണ്ടോ? ആ അപ്പനെ ഇവരെന്ത് ചെയ്തു? എന്താ ചെയ്തേ? പറഞ്ഞേ. ഉൽപ്പത്തി പുസ്തകം എത്രാം അധ്യായമാണ്? ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം. ഇതെന്നെ വളരെ പേടിപ്പിച്ച ഒരു കാര്യമാണ്. ലോത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുക. ദൂതന്മാരെ കയ്യെ പിടിച്ച് ഈ മനുഷ്യനെ പുറത്ത് കൊണ്ടുവന്നു. കയ്യെ പിടിച്ച്. ആരെയാ? ലോത്തിനെ. അതായത് സ്വതോം ഗൊമോറയെ ഉന്മൂലനാശം ചെയ്യുക. പാപമാണ് കാര്യം. എന്ത് പാപമാണ്? ലൈംഗിക പാപമാണ്. 7 നോഹയിൽ പ്രളയം വരാനും കാരണം എന്താ? ലൈംഗിക പാപം. ബോധിച്ച ഏവരെയും ഭാര്യമാരായിട്ട് എടുത്തു. 19-20 കണ്ടോ? 19-ാം അധ്യായം അതിൻ്റെ 31. അങ്ങനെ ഇരിക്കുമ്പോൾ മൂത്തവൾ ഇളയവളോട്, നമ്മുടെ അപ്പൻ വൃദ്ധനായിരിക്കുന്നു, ഭൂമിയിൽ എല്ലാവരും നമ്മുടെ എടുക്കുവാൻ ഒരു പുരുഷനില്ല, വരിക, അപ്പനാൽ സന്തതി ലഭിക്കണം, വീഞ്ഞു കുടിപ്പിക്കണം. 33. അങ്ങനെ അന്ന് രാത്രി അവർ അപ്പനെ വീഞ്ഞു കുടിപ്പിച്ചു. മൂത്തവൾ അകത്തി എന്ന അപ്പനോട് കൂടെ ശയിച്ചു. അതല്ല അപകടം, അടുത്തതാ. അവൾ ശയിച്ചതും എഴുന്നേറ്റതും അവൻ
അറിഞ്ഞില്ല. വീണ്ടും കാണുന്നു. അടുത്തത് 2ാമത്തെ രാത്രി വീഞ്ഞു കുടിപ്പിച്ചു. അവൾ ശയിച്ചതും എഴുന്നേറ്റതും അവൻ അറിഞ്ഞില്ല. എന്തൊരു ഗതികേടാ! അറിയാതെ പോയെന്ന്. ഈ തിന്മ അറിയാതെ പോയി. എന്താ കാര്യം? വെള്ളം കുടിച്ചു. മക്കളെ കൊണ്ട് കൊടുത്തപ്പോൾ ഇങ്ങനെ അറിയാമായിരുന്നല്ലോ ഇതെന്താണെന്ന്. വീഞ്ഞാണ്. അന്നേരം അത് തുപ്പിക്കളയായിരുന്നു. അല്ലേ മക്കളെ എനിക്ക് വേണ്ടാന്ന് പറയാമായിരുന്നു. വാങ്ങി കുടിച്ചപ്പോൾ അയാൾ അറിഞ്ഞില്ല എന്താ സംഭവിച്ചു. തിന്മ 2 ജന്മം കൊടുത്തു. ആരൊക്കെയാ? മോവാബിയരും അമ്മോന്യരും. അപ്പൻ എന്തോ അടിച്ചതാ? വെള്ളം അടിച്ച. വെള്ളം അടിച്ച വീട്ടിൽ നടന്നത് അറിഞ്ഞില്ല. ഒരപ്പന് ഒരു വീടിനുണ്ടാകുന്ന ഇതിനപ്പുറം എന്തൊരു തിന്മയാ. മക്കൾ എന്നുള്ളത് പോട്ടെ, പല കാര്യങ്ങളും അറിയാതെ പോകും. എന്തടിച്ച? വെള്ളം അടിച്ച. അപ്പൻ എന്ന രീതി തൊട്ടുപോയെങ്കിൽ ഇതൊന്നും അങ്ങനെ അറിഞ്ഞില്ല. അയ്യോ ഗതികെട്ടോൻ. ഇതിപ്പര ഒരു മനുഷ്യന് എന്താ തിന്മയുണ്ടാകേണ്ട? ഇതിപ്പര ഒരു മനുഷ്യന് ഉണ്ടാകേണ്ട ഒരു ദുരന്തം എന്താ? ഒറ്റക്കാരിയായി വീട്ടിലെന്ത് കയറ്റി? വീഞ്ഞു കയറ്റി. എൻ്റെ പൊന്നവനെ മക്കളോട് പറയുക, ഉലകത്തിലെവിടെ പോയാലും കുടിക്കരുത്, വലിക്കരുത്. അതിനൊറ്റ വഴിയുണ്ട്. ഫസ്റ്റിലെ വഴി. ഇവർ ഈ അഞ്ഞാകുഞ്ഞാ പറയില്ലേ, സോറി എന്നൊന്നും പറയല്ലേ. ആദ്യമേ യു ഹാവ് ടു റിവീൽ യുവർ ഐഡൻറ്റിറ്റി. ഐ എം എ ബോൺ അഗെയിൻ ക്രിസ്ത്യൻ, ഐ എം എ ബിലീവർ. ഇതെനിക്ക് പറ്റിയല്ല. ഏറ്റവും ബെസ്റ്റ് വഴി ആദ്യമേ അതങ്ങ് പറഞ്ഞാൽ പിന്നെ രക്ഷപ്പെടും. ഞാനൊരിടത്തിരിക്കുക, കോപ്പറേറ്റീവ് കമ്പനി ജോലി ചെയ്യുന്നൊരു പയ്യൻ തർക്കിക്കുക. ഞങ്ങൾ കോപ്പറേറ്റീവ് കമ്പനി അവരെ ഇങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ അവിടെ പാർട്ടിയുണ്ട്, ഞങ്ങളെ ഇങ്ങനെ വലിയ റിസോർട്ടിലൊക്കെ കൊണ്ടുപോയി താമസിപ്പിക്കും. അതവിടെ മാനേജ്മെൻറ്റാണ്. അപ്പോൾ എല്ലാവരും വരും, വലിയ അവരുടെ ഉന്നത അധികാരികളെല്ലാം കാണും. അപ്പം ഇത് വെക്കുമ്പം വി ഹാവ് ടു ടേക്ക് ഇറ്റ്. ഞാനപ്പോൾ ആദ്യം പോയിട്ട് ഒരു ഇച്ചിരി എടുക്കും. ഞങ്ങൾ പാസ്റ്റർ പറയുന്ന പോലെ ഒന്നും കുടിക്കത്തില്ല. ഇച്ചിരി ഒഴിച്ചിട്ട് ഒത്തിരി ഐസൊക്കെ ഇട്ടിട്ട് കുടിക്കുന്നൊന്നുമില്ല. പിന്നെ ആ ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ചോണ്ട് സിപ്പ് ചെയ്തുകൊണ്ടൊക്കെ നടക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് മറ്റൊരാൾ പറഞ്ഞു, കുഞ്ഞെ നീ പറയുന്നത് തെറ്റാണ്. ഞാൻ ഇന്ന കോപ്പറേറ്റീവ് കമ്പനിയിൽ ഇന്ന പോസ്റ്റ് ജോലി ചെയ്യുന്ന ആളാണ്. കമ്പനി ഇത് കൊണ്ടുവച്ചപ്പോഴേ ഫസ്റ്റ് ദിവസത്തെ ഞാൻ പറഞ്ഞു ഞാൻ എടുക്കത്തില്ല, ഞാൻ ബിലീവറാണ്. ഒരു പെപ്സി എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇച്ചിരി സോഫ്റ്റ് ഡ്രിങ്ക്സ് എടുത്തുകൊണ്ട് ഞാൻ അവിടെ നിന്നു, അവരുടെ കൂടെ നിന്നു. ഇന്ന് ആദ്യമേ അവർ പറയും ഡോണ്ട് കമ്പയർ ഹിം, ഈസ് എ ബിലീവർ. ഒറ്റ കാര്യം, അവൻ്റെ എന്ത് വെളിപ്പെടുത്തി? ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി. അപ്പം വീഞ്ഞ് കുടിക്കുന്നതിൻ്റെ അപകടം ഇവിടെ കാണുകയാണ്. ലോകത്ത് വേദപുസ്തകത്തിൽ പച്ചക്കെഴുതി വെച്ചേക്കുക. അവൻ എന്ത് ചെയ്തില്ല? അറിഞ്ഞില്ല. അവൻ അറിഞ്ഞില്ല. ഈ ഗതികേട് ഈ മനുഷ്യനുണ്ടാകാൻ കാര്യം മദ്യപിച്ചതാണ്. ലഹരി നമ്മുടെ വീട്ടിൽ കയറ്റരുത്. മദ്യം നമ്മുടെ വീട്ടിൽ കയറ്റരുത് ഒരു കാരണവശാലും. നമ്മുടെ ഏറ്റവും വലിയ ഐഡൻറ്റിറ്റി അത് തന്നെയായിരിക്കണം. അതൊരു ചെറിയ കാര്യമല്ല. അത് അഭിമാനത്തോട് പറയണം, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് അത് നിഷിദ്ധമാണെന്ന്. കരമുയർത്തി പ്രാർത്ഥിച്ച്. ക്രൈസ്തവ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിട്ടൊക്കെ മദ്യപാനം മാറി എന്നുള്ള ആക്ഷേപമുണ്ട്. ക്രിസ്ത്യാനിയാണോ ഇച്ചിരി എന്ത് ചെയ്യണം? കുടിക്കണം. ഞാൻ കനന ബാക്ക്ഗ്രൗണ്ടിൽ പെട്ട ഒരാളാണ്, ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ കനനക്കാരെ പറ്റി തമാശയ്ക്ക് പറയുന്നൊരു കാര്യമുണ്ട്. അത് ഒരു തിരുമേനി തന്നെ പറഞ്ഞ, കനനക്കാരുടെ കല്യാണത്തിനാണ് കർത്താവ് എന്തോ ആക്കിയത്. കാനായിലെ കനനക്കാരുടെ കല്യാണത്തിനാണ് കർത്താവ് എന്തോ ആക്കിയേ? വീഞ്ഞാക്കി. അപ്പം കനനക്കാരുടെ കല്യാണത്തിന് എന്തോ വേണം? വീഞ്ഞ് വേണം. ഏറ്റവും കൂടുതൽ ഈ കൾച്ചർ ഇന്ന് വന്ന് എനിക്ക് പലയിടത്തും അനുഭവം ഉണ്ടായി. തലേദിവസത്തെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അവിടെ ഈ സാധനമുണ്ട്. അവൻ പറഞ്ഞു നമ്മുടെ അല്ല, കൂട്ടുകാർക്ക് വേണ്ടിയാണ്. അങ്ങനെ കൂട്ടുകാർക്ക് വിളമ്പിയ ആ പല വീടുകളിലും പിന്നത്തേതിൽ വലിയ ദുരന്തങ്ങളുണ്ടായി. നമ്മുടെ ഐഡൻറ്റിറ്റി ഒരിക്കലും തുടരുത്. കൈ ഉയർത്തി പ്രാർത്ഥിച്ച്, ശരിക്കും പ്രാർത്ഥിച്ച്, നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിലും ഇത് തുടരുത്. എൻ്റെ പൊന്നവനെ മക്കളോട് പറയുക, ആദ്യം ഐഡൻറ്റിറ്റി പറയണം. കുഞ്ഞെ സോറി, ഐ എം എ ബിലീവർ. You have to reveal your identity. You have to be dare enough to reveal your identity that I am a born again Christian, I am a believer, I am a child of God. ഇത് ഞങ്ങൾക്ക് ഹറാമാ, ഇത് ഞങ്ങൾക്ക് പറ്റിയല്ല, ഇത് ഞങ്ങൾക്ക് തൊടാനൊക്കത്തില്ല.
അപ്പോൾ കണ്ടോ 9-ാം അധ്യായത്തിൽ അതുകൊണ്ടുണ്ടായ തിന്മയാണ് നമ്മൾ 10-ാം അധ്യായത്തിൽ കണ്ടത്. എന്താ കണ്ടേ? ബാബേലുണ്ടായി അല്ലേ? ബാബേലുണ്ടായി എവിടെ? 10-ാം അധ്യായത്തിൽ. 11-ാം അധ്യായത്തിൽ ഭൂമിയിലൊക്കെ എന്തായിരുന്നു? ഒരേ ഭാഷയായിരുന്നു. അപ്പോഴാണ് ഇവരൊരു ഗോപുരം ഉണ്ടാക്കി അല്ലേ? എന്തോരം എത്തുന്ന ഗോപുരം? ആകാശം വരെ എത്തുന്ന ഗോപുരം ഉണ്ടാക്കി. എന്തുണ്ടാക്കാനാ? ഒന്ന് രാവിലെ ഞാൻ പറഞ്ഞു, വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറഞ്ഞാൽ ദൈവത്തെ തോൽപ്പിക്കാനാ. ഞങ്ങൾക്കെല്ലാം കൂടെ വെളി കയറും. രണ്ടാമത് അവരുടെ ഒരു ഉദ്ദേശമുണ്ട്, നമുക്ക് എന്തുണ്ടാക്കണം? പേരുണ്ടാക്കണം. നമുക്ക് പേരുണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്താലും പേര് നിൽക്കണമെന്നില്ല. പേരുണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ഇവർ ഈ മനുഷ്യൻ്റെ പണി കണ്ടോ? അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ് ഇഷ്ടികയും മണ്ണുമാണ് ഉപയോഗിച്ചത്. ശരിക്കും അന്ന് കെട്ടിടങ്ങൾ പണിയുന്നത് എങ്ങനെയാ? കല്ലും കുമ്മായവും വെച്ച. പക്ഷെ ഇവർ പണിത് എന്തിട്ടാ? ഇവർ വെച്ചത് ഇഷ്ടികയും പശമണ്ണും വെച്ച. അതിന് വിലക്കുറവാണ്. ബുദ്ധി ഭയങ്കരമാണെങ്കിലും വികലമായ ബുദ്ധിയായിപ്പോയി. അവർ കുറച്ച് ലാഭിച്ചായിരിക്കാം. അങ്ങനെ ഇത് മേളോട്ട് പൊങ്ങുകയാണ്. അവിടെ നമ്മൾ കാണുന്നു 6-ാം വാക്യം, 5-ാം വാക്യം. മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, യഹോവ ഇറങ്ങി വന്നു. ഇതെന്നെ ഭയങ്കര സംശയമായിരുന്നു. ഈ കൊട്ടാരം, ഈ ഗോപുരം എവിടം വരെ ചെന്നു? ഹലോ, ഈ ഗോപുരം എവിടം വരെ ചെന്നു? അങ്ങ് മേളി വരെ ചെന്നു. മേളി വരെ ചെന്ന ഈ ഗോപുരം കർത്താവിന് മേളിൽ ഇരുന്ന് കാണത്തില്ലേ? കാണാം. പക്ഷെ കർത്താവ് എന്ത് ചെയ്തു? ഇറങ്ങി വന്നു. അതെന്തിനായിരിക്കും വന്നേ? കർത്താവ് ഇറങ്ങി വന്നേ. പണ്ട് 2 പിള്ളേർ വലിയ പ്ലെയിൻ കാണാൻ പോയി. ഒരുത്തിനൊരു സംശയം, എടാ ഇത്രയും വലിയ പ്ലെയിന് പെയിൻ്റ് അടിക്കണേ എത്ര ലിറ്റർ പെയിൻറ്റ് വേണമായിരിക്കും? അപ്പം മറ്റവൻ പറഞ്ഞു, നീ നോക്കിക്കോണം, ഇതിപ്പോൾ പൊങ്ങി മേളി ചെല്ലുമ്പം ചെറുതാവും. അപ്പോൾ ഒരു ബ്രഷ് മുക്കി ഒറ്റ അടി വെച്ച് കൊടുത്താൽ അതങ്ങ് പൊങ്ങി മേളി ചെല്ലുമ്പോൾ എന്താവും? ചെറുതാവും. ഒറ്റ അടി വെച്ച് കൊടുത്താൽ. ഈ വലിയ പണി മേളി നോക്കിയിട്ട് എന്തില്ലായിരുന്നു? ദൈവത്തിന് കാണാനില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തേ? ഇറങ്ങിയാണ്. മേളി നോക്കിയിട്ട് ഒന്നും കാണാനില്ല. അപ്പോൾ ഇവിടെ എത്ര പണിതാലും മേളി ഇരുന്ന് എന്ത് ചെയ്യത്തില്ല? കാണത്തില്ല. നമ്മളെല്ലാവരും പണിയാണ്. ആർക്ക് വേണ്ടിയാ? ആർക്ക് വേണ്ടിയാ? ആർക്ക് വേണ്ടിയൊക്കെ ഈ കഷ്ടപ്പെടുന്നതെല്ലാം? നമുക്ക് വേണ്ടി, പിന്നെ മക്കൾക്ക് വേണ്ടി, പിന്നെ കൊച്ചുമക്കളുണ്ടാകുമ്പോൾ എന്തോ ചെയ്യും? അവരുടെ പേരിൽ ഒരു LIC ചേരത്തില്ലേ? ഈ മൂപ്പിലാണ് എന്തിനായി കഷ്ടപ്പെടുന്നേ? പിള്ളേരുടെ പിള്ളേർക്ക് അവരുടെ പിള്ളേർക്ക്. ഞാൻ രാവിലെ ഷാള് മേടിച്ച മോളുടെ പേരെന്നാ? ഏഞ്ചൽ. മോള് ഇപ്പം നേഴ്സിങ്. യുവർ എ നേഴ്സ്. ഗുഡ്. ആ അങ്ങേ അടുത്തിരിക്കുന്ന കുഞ്ഞിൻ്റെ പേരെന്നാ? ഹിമ. ബിമ. LI. നിമ. NEEMA. NIM. നിമ എന്ത് ചെയ്യുന്നു? ഫിസിഷ്യൻ അസിസ്റ്റൻറ്റ് കോഴ്സ് പഠിക്കുക. നിമ, ചോദിച്ചോട്ടെ, പപ്പായുടെ പേരറിയാം? പപ്പായുടെ പേരറിയാമോ? പപ്പായുടെ പേരറിയാമോ? അമ്മയുടെ പേരറിയാമോ? അമ്മയുടെ പേരറിയാമോ? അമ്മയുടെ പേരറിയാമോ? ഇല്ല. മോളെ നേഴ്സേ, അച്ഛൻ്റെ പേരറിയാമോ? അച്ഛൻ്റെ പേരറിയാമോ? അച്ഛൻ്റെ പേരറിയാമോ? ഇല്ല. അമ്മയുടെ പേരറിയാമോ? അമ്മയുടെ പേരറിയാമോ? അമ്മയുടെ പേരറിയാമോ? ഇല്ല. മോളെ, മോഹൻലാലിനെ അറിയാമോ? അറിയാമോ? മമ്മൂട്ടി അറിയാമോ? മമ്മൂക്കയുടെ ഭാര്യയുടെ പേരറിയാമോ? മോൻ്റെ പേരറിയാമോ? നമ്മുടെ പേരറിയാമോ? പേരറിയത്തില്ലേ? അറിയാം. എന്തോടാ അപ്പു? എന്താ? ദുൽഖർ സൽമാൻ അറിയാമോ? അറിയാം. ദിലീപിൻ്റെ ഭാര്യയുടെ പേരറിയാം? ഇപ്പോഴത്തെ അറിയാം. അതെല്ലാം അവർക്ക് അറിയാം. പക്ഷേ വലിയതന്തയുടെ പേരറിയത്തില്ല. അല്ല, ചിരിക്കണ്ട. ആൻറ്റിക്കറിയാവോ?
അപ്പൻ്റെ 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 പേരറിയാം. സർദാർ വല്ലഭായ് പട്ടേലിനെ അറിയാം. ഗാന്ധിജിയുടെ അപ്പൻ്റെ പേരറിയാം. ഓട്ടെ, ഗാന്ധിജിയുടെ ഭാര്യയുടെ പേരറിയാം. അറിയാം. വല്യപ്പൻ്റെ പേരറിയത്തില്ല. അല്ലെങ്കിൽ ഗൗരവമായിട്ട് ചിന്തിച്ചേ, അപ്പൻ്റെ 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 പേരറിയാവുന്ന എത്ര പേരിന് അതിരിപ്പുണ്ട്? ഒന്ന്, അപ്പൻ്റെ എൻ്റെ കുഞ്ഞെ നിനക്കറിയോ? മോൻ എത്ര വയസ്സായി? നീ പറഞ്ഞ പെരിലാടെല്ലാം പേര് നമുക്കറിയത്തില്ലേ? മോഹൻലാലും മമ്മൂട്ടി ഒരു 10 പേരുടെ പേരറിയാം. അറിയാം. പിന്നെ അറിയത്തില്ലേ? അറിയാം. പ്രശസ്തമായ ഫുട്ബോൾ താരങ്ങൾ ആരൊക്കെ നിനക്ക് ഇഷ്ടം? ആരാണ്? മെസ്സി. ആരാ? റൊണാൾഡോ, നെയ്മർ, പിന്നെ എംബാപ്പ, പിന്നെ മെസ്സി ഇല്ലേ? ഉണ്ടോ? മെസ്സി. ആരാ മോനെ ഇഷ്ടം? ആരെയാ? റൊണാൾഡോയാണ്. അപ്പായുടെ പേരറിയോ? അറിയത്തില്ല. ഇത് ഗൗരവമായിട്ട് കാണണം. ഈ കൊച്ചുങ്ങൾ സ്കൂളിൽ പോയപ്പോഴേ, വിദ്യാഭ്യാസ ലോൺ എടുത്തപ്പോഴേ ഒരു പേപ്പർ കൊണ്ട് വെച്ചല്ലോ. അതിൻ്റെ പേരെന്താ? അവർ ചോദിക്കത്തില്ല, കുറേ ലിസ്റ്റ് കൊണ്ടുവരാൻ പറയും. കരമടച്ച രസീത്. ഇതാരുണ്ടാക്കിയ? ഈ വല്യപ്പൻ ഉണ്ണാതെ ഉടുക്കാതെ ഉണ്ടാക്കിയതാ. ഇയാളുടെ പേരറിയാമോ? ഇല്ല. ഞാൻ ചോദിച്ചോട്ടെ, ഈ മോക്കൊരു എങ്ങനെയായാലും 10, 18, 19 വയസ്സുണ്ട്. അറിയത്തില്ല. ഈ ആൻറ്റിക്ക് ഒരു 50 വയസ്സെങ്കിലും 45 പോട്ടെ എത്രയാട്ടെ, ഒരാളുടെ സ്ത്രീകളുടെ പ്രായം ചോദിക്കില്ല. ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഒരു 2 പ്രാവശ്യം, ഒരു 4 പ്രാവശ്യം ഈ വല്യപ്പൻ്റെ പേര് ഈ വീട്ടിൽ പറഞ്ഞായിരുന്നെങ്കിൽ ഈ പേര് പഠിക്കത്തില്ലേ? സൈക്കോളജി നിനക്കറിയോ? ഇല്ല. പക്ഷെ നിനക്ക് സിഗ്മണ്ട് ഫ്രോയിഡിനെ അറിയാം. പക്ഷെ നിനക്ക് വല്യപ്പൻ്റെ പേരറിയത്തില്ല. ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി അറിയാം. ആരാ? സിഗ്മണ്ട് ഫ്രോയിഡ്. പക്ഷേ വല്യപ്പൻ്റെ പേരറിയത്തില്ല. ഞാൻ സീരിയസ് ആയിട്ട് ചിന്തിച്ചേ, ഒരു 10 പ്രാവശ്യം ആരെങ്കിലുമൊക്കെ ഇത്രയും ജീവിതത്തിനിടയ്ക്ക് ഈ വല്യപ്പൻ്റെ പേര് വീട്ടിൽ പറഞ്ഞാൽ പേര് പഠിക്കുമോ? പഠിക്കും. അർത്ഥം എന്ത് ചെയ്തിട്ടില്ല? പറഞ്ഞിട്ടില്ല. പിന്നെ ആർക്കു വേണ്ടി കഷ്ടപ്പെടുന്നേ? ആർക്കു വേണ്ടി ഈ ഭൂമിയെല്ലാം കെട്ടിപ്പിടിച്ചിരിക്കുന്നത്? ഒരു കാര്യം പറഞ്ഞേക്കാം, മേലിൽ പേരുണ്ടെങ്കിലേ ഓർക്കും. നീതിമാൻ എന്നേക്കും ഓർമ്മയിരിക്കും. മേളിൽ സ്മരണയുടെ പുസ്തകമുണ്ട്, അവിടെ പേരുണ്ടെങ്കിൽ ദൈവം ഓർക്കും. അതുകൊണ്ട് മേളിൽ ആസ്തി ഉണ്ടായിക്കോണേ. താഴെ ആരും ഓർക്കത്തില്ല. കോവിഡിൽ ഒരാൾ മരിച്ചു. ഒരാൾ മരിച്ചു. ഒത്തിരി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ഒരാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അവിടെ വീട്ടിലടക്കാമെന്ന് പറഞ്ഞ് അതിന് സമ്മതമെല്ലാം. അപ്പം അവർ പറഞ്ഞ് അയൽക്കാരെ സമ്മതിക്കത്തില്ല. അപ്പോൾ ഞങ്ങൾ പോയി അയൽക്കാരോട് സംസാരിച്ചു. നമ്മുടെ ഇങ്ങനെ ഒരു സാഹചര്യമാണ്, നമ്മൾ ആഴത്തെ കൂട്ടി എടുത്തെടുക്കും, ഇതുള്ളൊരു ദോഷം വരത്തില്ല, കുറേ സ്ഥലമുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരാൾ വന്ന് പറഞ്ഞു, ഇതിനകത്ത് അടയ്ക്കിയ ഒരു കുഴപ്പമുണ്ട്, ശവം അടക്കിയ സ്ഥലത്തിന് പിന്നെ ചിലപ്പോൾ എന്തോ കിട്ടത്തില്ല, വില കിട്ടത്തില്ല. അപ്പോൾ എൻ്റെ കൂട്ടിലെ പാർഷ പറഞ്ഞു, നിങ്ങൾ അടക്കിയില്ല വേണ്ട, ഞങ്ങളുടെ പ്രിൻസ് പാർഷ ഇപ്പം തിണ്ണം കുഴിച്ച് കിട്ടാക്കും, പിന്നെ നിങ്ങൾക്ക് നാണക്കേടായിരിക്കും എന്ന് പറയും. ഞാൻ പറഞ്ഞു, അവർ സമ്മതിച്ചില്ലെങ്കിൽ എൻ്റെ തിണ്ണ മാന്തി അതിനകത്ത് കുഴിച്ചിട്ടുണ്ടോ പറഞ്ഞു. ഏതായാലും അടക്കണ്ടേ. അന്നേരം പിന്നെ അവർ സമ്മതിച്ചു. ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യൻ. അപ്പനെ അടക്കണമെങ്കിൽ അങ്ങനെ സാഹചര്യം വന്നാൽ അവർ പറയും, ഞാനിതൊക്കെ കണ്ട ഇങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതിനകത്ത് അവർ പറയും, നാളെ നമുക്ക് എന്തോ കിട്ടത്തില്ല, വില കിട്ടത്തില്ല. മേളിൽ പേര് വേണേ, മേളിൽ സ്വത്തും വേണം. ഈ ഭൂമിയിൽ എന്തോ ഉണ്ടെങ്കിലും കാണത്തില്ല, പക്ഷേ തമ്പുരാൻ കാണത്തക്കോണം മേളിൽ പണിയണം. അതുകൊണ്ടാണ് പുഴുവും തുരുമ്പും കെടുത്തുന്നതും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാത്തതുമായ സ്വർഗത്തിലെ നിശ്ചയം വേണം. നമ്മളിവിടെ ഈ ആസ്തി പറയുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരിടത്ത് യാത്ര പോകാൻ വേണ്ടിയൊക്കെ നോട്ടറിയും കൊണ്ടൊക്കെ ആസ്തി ഉണ്ടാക്കും. അപ്പോൾ അവർ നമുക്ക് എത്ര വസ്തുവുണ്ട്, വസ്തുവിന് എന്തോ വിലയുണ്ട്, എത്ര വീടുണ്ട്, എത്ര FD ഉണ്ട്, എല്ലാം നോക്കി ആസ്തി ഉണ്ടാക്കുന്നത്. ഇതുപോലെ തന്നെ മേളിലും എന്തോ ഉണ്ടോ നോക്കണം ആസ്തി. ഇവിടെ ഒരു ഫ്ലാറ്റ്, അവിടെ ഒരു വീട്, ഇത്ര തോട്ടം, ഇത്ര ആസ്തിയാണ്. മേളിൽ എന്തോ ഉണ്ട് ആസ്തി? വെളിയിൽ വല്ലതും ആസ്തിയുണ്ടോ? ഞങ്ങളുടെ ഒരു സുഹൃത്തുണ്ട്, ഒരു ടിപ്പിക്കൽ പ്രവാചകനാണ്. കുറച്ച് ഈ കോവിഡിൻ്റെ സമയത്ത് ഒരു അച്ഛന് അസുഖം കൂടിയപ്പോൾ ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കണേ,
അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ് അദ്ദേഹം ഇപ്പം ഒന്നുകൂടെ കുറച്ചാണ്ട് ജീവിച്ച് മരിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ചെയ്യുന്ന കാര്യം മേളിൽ ചെന്നിട്ട് പുള്ളി ഒരു ദരിദ്രവാസിയായിട്ട് ജീവിക്കേണ്ടി വരും. ഒന്നുമില്ല മേളിൽ. സത്യമായിട്ട് ഞാൻ അതിനെ പഠിച്ചപ്പോൾ സത്യം അറുത്ത കൈക്ക് ഉപ്പിടാത്തൊരു മനുഷ്യനാണ്. ഒരു നന്മയും ചെയ്തിട്ടില്ല. വേറൊരു പാമ്പിടിച്ച ആൾ മരിക്കാറായപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു പിടിച്ചു വെക്കേണ്ട പൊക്കോട്ട്, മേളി ഭയങ്കര കൊട്ടാരമാണ്. അപ്പം ഞാൻ അദ്ദേഹത്തെ പഠിച്ചപ്പോൾ അതും സത്യമാണ്. അപ്പം മേളിൽ എന്തോ വേണം? ആസ്തി വേണം. കൈ ഉയർത്തി പറഞ്ഞ് മേളിൽ ആസ്തി വേണം. ഇവിടെ എന്തോ ഉണ്ടല്ലോ ഓർക്കത്തില്ല. ഓർക്കൂ ഇല്ല, പക്ഷേ നീതിമാൻ എന്നേക്കും ഓർമ്മയിരിക്കും. ഇപ്പോൾ ഒന്നുമില്ല, അപ്പച്ചൻ്റെ പേരറിയാം, അടുത്ത തലമുറയ്ക്ക് അതും എന്ത് ചെയ്യണമെന്നില്ല, അറിയണമെന്നില്ല. അപ്പം നോക്കൂ, 12-11 അധ്യായത്തിലേക്ക് വരുമ്പോൾ മേളിലേക്ക് ആസ്തി ഉണ്ടാക്കണം. അവിടെ ഇവരുടെ എന്ത് കലങ്ങിപ്പോയി? ഭാഷ കലങ്ങിപ്പോയി. ദൈവം ഭാഷ കലക്കി എന്ന് പറയുമ്പോൾ തന്നെ ഇവരുടെ സ്വാർത്ഥത ഇവരുടെ എന്ത് കലക്കി? ഭാഷ കലക്കി. ഈ ഭാഷ കലക്കുക എന്ന് കലങ്ങിപ്പോകുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു മനുഷ്യൻ്റെ പ്രശ്നമാണ്. നമ്മൾ ഈ കുടുംബങ്ങളിലും എല്ലായിടത്തും ഇപ്പം സംഭവിക്കുന്നത് എന്ത് കലങ്ങിപ്പോന്ന? ഭാഷ കലങ്ങിപ്പോവുക. ലൈവാണെന്നറിയാം, എന്നാലും പറയട്ടെ, ഭാഷ നമ്മൾ ഈ ജീവിതത്തിന് പ്രശ്നങ്ങളൊക്കെ കുറച്ചുകൂടെ കലക്കങ്ങളിങ്ങനെ ടുക്കുന്നാണ് വരുന്നത്. അത് ചുമ്മാ ഓട്ടോറിക്ഷയൊക്കെ പിടിച്ച് നേരെ നമ്മുടെ വീട്ടിലോട്ടേക്ക് വരും. വഴിയെ പോകുന്ന എല്ലാം ചിലപ്പം കണ്ടിട്ടില്ല, നമ്മൾ പറയത്തില്ലേ, വെറുതെ പോകുന്ന എല്ലാം ഓട്ടോറിക്ഷ. ഞങ്ങളുടെ അവിടെയൊക്കെ ഓട്ടോറിക്ഷയൊക്കെ സ്പീഡ് പോരാഞ്ഞിട്ട് ഇടയ്ക്ക് ഇറങ്ങി 108 പിടിച്ചേക്ക് വരുന്നത്. ഓട്ടോയ്ക്ക് സ്പീഡ് പോരാഞ്ഞിട്ട് 108 പിടിച്ചാണ് ഓരോ പ്രശ്നം വന്ന് കയറുന്നത്. എന്ത് 108 പിടിച്ച് വന്നോ? മനസ്സിലായില്ലേ 108 പിടിച്ച് തരുമെന്ന് പറഞ്ഞു? ചേച്ചിക്ക് മനസ്സിലായില്ലേ? മനസ്സിലായോ അതോ ഇല്ലയോ? മനസ്സിലായി. 108 പിടിച്ച് പ്രശ്നങ്ങൾ കയറി വരും. ചെറിയൊരു നമ്മളിതിനെല്ലാം ഈ കലങ്ങാൻ അനുവദിക്കരുത്. ഒരു ദിവസം ഇതുപോലൊരു തിരക്കിട്ട് എൻ്റെ ഭാര്യയ്ക്ക് കലക്കം വരുന്ന കാര്യമാണ് പറയുന്നത്. എന്നിട്ട് ചുമ്മാ ഒരു രസം പറയാം, ചിരിക്കാം, എൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ വെറുതെ കലക്കങ്ങൾ വന്ന് കയറത്തില്ലേ. ഒരു ദിവസം അവളെയും കൊണ്ട് ആശുപത്രിയിൽ പോകണം. അവൾക്ക് കാലേ വെരിക്കോസ, അങ്ങ് ദൂരെ തൊടുപുഴ ചെല്ലണം. ഞാൻ പറഞ്ഞു അവൻ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അന്നേരം എനിക്ക് പോകാനൊത്തില്ല. ഒരു മരണമുണ്ടായി, പോകാനിരിക്കാനൊക്കെ മുഖം പാടിയ തന്നെ പൊക്കോളാന്നൊക്കെ പറഞ്ഞാലും ഒരു മുഖം പാടും. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാൻ വരാം, നമുക്ക് രാവിലെ പെട്ടെന്ന് പോയിട്ട് അടക്കത്തിന് കൂടിയിട്ട് പോകാം. അപ്പം ഡോക്ടർ പറഞ്ഞിരുന്നു 11:45 മുമ്പ് അവിടെ ചെല്ലണം. പിന്നെ പുള്ളി കാർഡ് എടുക്കത്തില്ല, മാക്സിമം 12. കർക്കശതയുള്ള ഡോക്ടറാണ്, സമ്മതിച്ചു. ഞാൻ പറഞ്ഞു പോവാം. ഏതായാലും ബ്ലഡ് ചെക്ക് എല്ലാം ചെയ്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. ബ്ലഡ് റിസൾട്ട് എല്ലാം മേടിച്ചു. ഞാൻ പറഞ്ഞു എല്ലാം മേടിച്ച് വെച്ചേക്കണം, പോയേക്കാം. ഏതായാലും ശവടക്കിന് അവിടെ ചെന്നപ്പോൾ അവിടെ ഭയങ്കര ക്യൂവാണ്. പോകാമെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു പാസ് ഒഴിവാക്കാൻ ഈശോനും പറഞ്ഞിട്ടേ പോകാതിരിക്കാനൊക്കെ. അവിടെ ഇരുന്നു. ഇറങ്ങുമ്പോൾ 10:15 തൊടുപുഴ ചെല്ലണം. എൻ്റെ വണ്ടിയിലിരുന്ന എൻ്റെ ഒരു കുഞ്ഞുണ്ട്, ഏബൽ, എന്നോട് പറഞ്ഞു, അച്ചാച്ചാ ചേച്ചിയുടെ സന്തോഷം അച്ചാച്ചൻ്റെ സന്തോഷം. ചേച്ചി ടെൻഷൻ അടിച്ചാൽ അച്ചാച്ചൻ ടെൻഷനാകും, അച്ചാച്ചൻ ടെൻഷനായാൽ ഞാൻ ടെൻഷനാകും. ചേച്ചി ടെൻഷൻ അടിച്ചാൽ സന്തോഷിച്ചാൽ അച്ചാച്ചൻ സന്തോഷിക്കും. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും സന്തോഷമാവും. ഇതാ പിടിച്ചോ, ഒന്ന് ബെൽറ്റിട്ടോ, കയ്യെ പിടിച്ചോ, ഞാൻ എത്തിച്ചേക്കാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എല്ലാം ഉണ്ടല്ലോ? എല്ലാം ഉണ്ട്, ബ്ലഡ് റിസൾട്ട് എല്ലാം. ഇതാ ചവിട്ടി വിട്ടു. അവൻ 1.25 മണിക്കൂർ കൊണ്ട് തൊടുപുഴ എത്തിച്ചു. എന്നെ പോകാനും വളവൊക്കെ ഇങ്ങനെ ആകാശത്തോടെ 2 വീല്. അവിടെ ചെന്ന് ഞങ്ങൾ 11:40 ചെന്നു. ടിക്കറ്റ് എടുത്തു. ഡോക്ടർ പോകാൻ തുടങ്ങുന്നു. അകത്ത് കയറി. ബ്ലഡ് വർക്കുണ്ടോ? കൊടുത്തു. വെള്ള കവറെടുത്ത് കൊടുത്തു. പുള്ളി തുറന്നു നോക്കിയപ്പോൾ പിണറായി വിജയൻ സാറിൻ്റെ കേരളിൻ്റെ അടിയന്ത് എക്സ്പ്ലനേഷൻ മീറ്റിങ്ങിൽ പൗരപ്രമുഖർക്ക് കൊടുത്ത ലിസ്റ്റിൽ എനിക്കും കിട്ടിയൊരു കത്ത. തൊടുപുഴ ഡോക്ടറിങ്ങനെ കാര്യമില്ലായി. ഇവളെന്നെ നോക്കി. അവളോർത്ത് ഞാൻ അന്നേരം അടിക്കുമെന്ന്. 1.25 മണിക്കൂർ കൊണ്ട്. ഞാൻ പക്ഷെ അവളെ നോക്കി അങ്ങ് ചിരിച്ചു. ഞാൻ ചിരിച്ചപ്പോൾ അവൾ ചിരിച്ചു. പിന്നെ അവൾ സ്റ്റൂളിൽ നിന്ന് ഇറങ്ങിയിരുന്ന് ചിരിച്ചു. അത്രയും കണ്ടപ്പോൾ ഡോക്ടർ എഴുന്നേറ്റ് ഇരുന്ന് ചിരിച്ചു.
എത്തുവഴിയൊക്കെ നിങ്ങളാണ് എന്ത് ചെയ്തത്? തൊടുപുഴ വരെ ചെന്നിട്ട് ആൻറ്റിക്കത് ഓർക്കാൻ പോലും പോയി. നേഴ്സാൻറ്റി എന്തോ ചെയ്തേന് 1.5 മണിക്കൂറിൽ കൊണ്ട് 100 കിലോമീറ്റർ താണ്ടി ചെന്ന. ഇതെല്ലാം ഓർത്തോണേ. പിശാച് ഇങ്ങനെ എന്തോ ചെയ്യുന്ന തിരിച്ച് 2 പറയാം. എന്തായാലും ചെയ്താൽ 1.5 ആഴ്ചത്തേക്കിന് പോകത്തില്ല എല്ലാ സന്തോഷവും. പിന്നെ അത് മാറണമെങ്കിൽ എത്ര മസാല ദോശ മേടിച്ച് കൊടുക്കണം. അപ്പോൾ ഈ കലക്കാൻ ഓരോന്നാര് കൊണ്ടുവരും, പിശാച് കൊണ്ടുവരും. അപ്പം നമ്മൾ ഞാൻ പറഞ്ഞ ഇവിടെ ദൈവം കലക്കിയതാണ്. പക്ഷേ ഈ കലക്കങ്ങൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്ത് കലങ്ങിപ്പോവും? ഇവിടെ ഭാഷ കലങ്ങാൻ ഒരു കാര്യമുണ്ട്. അവരാരെപ്പോലെ ആക്കാൻ നോക്കി, ദൈവത്തെക്കാളും വലുതാക്കാൻ നോക്കി. അപ്പോൾ സ്വാഭാവികമായിട്ട് കലക്കങ്ങളുണ്ടാകും. എന്നാൽ ഈ ഭാഷ കലക്കാന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല കേട്ടോ. രണ്ടാമത്തെ ഒരു സംഭവം, ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ പോയ സമയത്ത് അന്ന് ഈ വാട്സപ്പില്ല, ഫോൺ വിളിക്കാൻ ഭയങ്കര പൈസയാണ്. അവിടുന്ന് ഈ എന്താ തരത്തിലൊക്കെ ഇട്ടിട്ട് വിളിച്ചാൽ ഹലോ പറയുമ്പോഴേ അങ്ങ് തീരും. അപ്പോൾ അന്നേരം ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി വന്നു. വലിയൊരാഗ്രഹം, കുറേ നേരം വർത്താനം പറയണ്ടേ. അപ്പോൾ അന്ന് നമുക്ക് ബുദ്ധിമുട്ടൊക്കെ ഉള്ള സമയമല്ല. അന്ന് ഇതുപോലൊന്നും അത്രയും നമുക്ക് എന്താ പറയുക, കണക്ഷൻസൊക്കെ കുറവ്. അപ്പോൾ എന്നെ ദുബായിൽ നിന്ന് ഷാർജയിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, നമുക്ക് ഇന്നടത്ത് പോയാൽ അവിടെ ഒരു കാർഡ് മേടിക്കാം, ഇത്ര 1.5 മണിക്കൂർ ഇങ്ങനെ നെറ്റിൽ കൂടെ വിളിക്കാം. അത് നമ്മുടെ ഇങ്ങനെ ചെവിയിലൊക്കെ വെച്ച് തരും, നമുക്കിരുന്ന് വിളിക്കാം. അങ്ങനെ ഞാൻ യോഗം കഴിഞ്ഞ് കഷ്ടപ്പെട്ട് അവിടെ പോയി കുറേ നടന്ന് റോളായി ചെന്ന് ഈ സാധനം എല്ലാം എടുത്ത് വെച്ചു. അപ്പോൾ എനിക്കൊരു ഇതുണ്ട്, ഇവിടുത്തെ 12 മണിക്ക് മുമ്പ് എന്ത് ചെയ്യണം, വിളിക്കണ്ട. അല്ല പിന്നെ 12 കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ലേ. കഷ്ടപ്പെട്ട് അവിടെ ചെന്ന് ഇവിടുത്തെ നാട്ടിലൊരു 11 ആയപ്പോഴത്തേന് വിളിച്ചു. ഹലോ, ആണോ എന്നെ ഉണ്ട് കുഞ്ഞെ, ഒന്നുമില്ല. ഇന്നത്തെ ദിവസം അറിയാവോ? ഇല്ല. സകല ആവേശം പോയി. നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. ആണോ? ഗോഡ് ബ്ലെസ് യു. അവൾ വെച്ചു. ഞാൻ പിന്നെയും വിളിച്ചു. അവളെടുത്തിട്ട് പറഞ്ഞു, ശരി ഗോഡ് ബ്ലെസ് യു അച്ചാച്ച, വെച്ചു. 1.5 മണിക്കൂർ സകല ആവേശം പോയി. ഞാൻ പിന്നെ 1.5 കിട്ടിയ പൈസയ്ക്ക് മൊത്തം ബാക്കി കാർഡ് വെച്ചിട്ട് വിളിക്കാവുന്നവരെ എല്ലാം വിളിച്ചു. പിന്നെ അവളെ വിളിച്ചേ ഇല്ല. കുറേ നാൾ 2 ആഴ്ചയോളം വിളിച്ചില്ല. എനിക്ക് സങ്കടം വന്നു, ഇത്രയും കഷ്ടപ്പെട്ട് പോയി വിളിച്ചാൽ. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എന്നെ വിളിക്കാത്ത. ഞാൻ പറഞ്ഞു, അത്രയും കഷ്ടപ്പെട്ട് പോയിട്ട് വിളിക്കാൻ ഞാൻ എടുത്ത് ഗോഡ് ബ്ലെസ് യു, ഇങ്ങനെയാണോ വെഡിങ് ആനിവേഴ്സറി? അങ്ങനെ അവൾ ചോദിച്ചു, നിങ്ങൾ എന്തോ അറിഞ്ഞോണ്ടേ വിളിച്ചേ? അന്ന് പിള്ളേർ 3 മൂത്തതിനെ ഇളതിനെ അങ്ങോട്ട് ഉറക്കി അങ്ങോട്ട് കിടത്തി കഴിഞ്ഞപ്പം മൂത്തത് എല്ലാത്തിനെയും കൂടെ കിടത്തി. അപ്പോൾ ഇളതിനെ ഉറക്കി കിടത്തപ്പോൾ മൂത്ത എഴുന്നേറ്റ് ഇളതിനിട്ടൊരു പിച്ച് പിടിച്ചു കൊടുത്തു. അപ്പോൾ മൂത്തത് കരഞ്ഞു. അപ്പോൾ ഇവൾ മൂത്തതിനെ അടിച്ചു. മൂത്തതിനെ അടിച്ചപ്പോൾ അവൾ ഇറങ്ങി ചെന്ന് അപ്പച്ചൻ കിടക്കുന്നിടത്ത് എന്ന് കരഞ്ഞു. അപ്പച്ചനും അമ്മച്ചയും കൂടെ എന്തുവാടി കൊച്ചുങ്ങളെ രാത്രി കരയിപ്പിക്കുവാന്നോടി, നിനക്ക് കൊച്ചുങ്ങളെ അടിക്കണമെങ്കിൽ നിൻ്റെ വീട്ടിൽ പോയി ഉണ്ടല്ലോ. ഈ വല്യപ്പനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആരെ അടിക്കുന്നേ? ഇപ്പം കൊച്ചുങ്ങൾക്ക് അടിക്കുന്നത്. നമ്മളെ അടിച്ചത് ഇവർ മറന്നുപോയേ. നമ്മളെ വലിച്ചിട്ട് കീറുന്നൊക്കെ ഇവരെന്ത് ചെയ്തു പോകും, മറന്നുപോകും. അവിടെ ഒരു നല്ല അതിനിടയ്ക്ക് 3 കൂടെ നിന്ന് കരയുകയാണ്. ഈ കരച്ചിലിനിടയ്ക്ക് അവിടുന്ന് ചാട്ടം. എവിടെ അടിക്കാനാണെങ്കിൽ നീ വാടക വീടെടുത്ത് നീ കെട്ടിയവരും കൂടെ പോയി താമസിക്കണം, എൻ്റെ വീട്ടിൽ രാത്രി പിള്ളേരെ തലലെന്നൊക്കെ പറഞ്ഞ് അപ്പൻ്റെ ഒരു പ്രസംഗം നടക്കുന്നതിനിടയ്ക്കാണ് ഒരു ഫോൺ കോൾ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഒന്നര മണിക്കൂർ സൊല്ലാം പറ്റിയ സമയമാണ്. പക്ഷെ അവളിനോട് ചോദിച്ചു, അപ്പൻ്റെ കീഴിൽ നിന്നുകൊണ്ട് പറയാൻ നോക്കുമോ താണ്ട കേൾക്കാൻ? അവൾ ഇത്രയും ടെൻഷൻ ഇടയ്ക്ക് നിൽക്കുകയെന്ന് ഞാൻ എന്ത് ചെയ്തില്ല, അറിഞ്ഞില്ല. പാവം ഇത്രയും കഷ്ടപ്പെട്ടാൽ പോയി വിളിക്കുന്ന അവൾ എന്ത് ചെയ്തില്ല, അറിഞ്ഞില്ല. ഭാഷ എന്ത് ചെയ്തു പോവുക, കലങ്ങിപ്പോവുക. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഭാഷകൾ ഇങ്ങനെ കലങ്ങും.
പിശാച് ഇങ്ങനെ കലക്കും. പക്ഷേ ഈ ഭാഷ കലങ്ങിപ്പോയ ലോകത്ത് അപ്പോസ്തലപ്രവൃത്തിയിലാണ് പരിശുദ്ധാത്മാവ് വന്നവർക്കെല്ലാം ഭാഷ എന്ത് ചെയ്തു? മനസ്സിലായി. ഭാഷ കലങ്ങിയെടുത്ത് മനസ്സിലാകണമെങ്കിൽ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടണം. അവിടെ കലക്കമല്ല, പിന്നെന്താണ്? ഒരുമയാണ്. ഇവിടെ തികച്ചും അവരുടെ സ്വാർത്ഥതയും അവർ ദൈവത്തിന് വിരോധമായി മത്സരിച്ചപ്പോൾ അവരുടെ ഭാഷ എന്ത് ചെയ്തു പോയി? കലങ്ങിപ്പോയി. എന്നാൽ അപ്പോസ്തലപ്രവൃത്തി പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടപ്പോൾ ഭാഷ എന്തായി? മനസ്സിലാക്കാൻ തുടങ്ങി. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം, കുറച്ചുകൂടെ എന്ത് മനസ്സിലാക്കാൻ? ഭാഷ മനസ്സിലാക്കാൻ. നമ്മുടെ ഭാര്യയുടെ, ഭർത്താവിൻ്റെ, കുഞ്ഞുങ്ങളുടെ എല്ലാവരുടെയും എന്ത് മനസ്സിലാക്കണം? ഭാഷ മനസ്സിലാക്കാൻ ചെറിയ ഒരു നമ്മൾ കുഞ്ഞുങ്ങളോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കേ. കൊച്ചു പിള്ളേരുടെ നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ വേറെ കാര്യത്തിൽ വെച്ച് പിള്ളേരെന്തോ ചെയ്യും? തല പിരിച്ച് ഇങ്ങോട്ട് വെക്കും. അതെന്തോ പറയുന്നേ? കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്നോട് വർത്തമാനം പറയുകയാണെങ്കിൽ എന്നോട് വർത്തമാനം പറയണം. അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി മേലിൽ അത് പറയാൻ ആർക്കറിയത്തില്ല, പിള്ളേർക്കറിയത്തില്ല. പക്ഷെ പിള്ളേരുടെ ഭാഷയാണ് നമ്മുടെ തല ഇങ്ങോട്ട് പിടിച്ച് നമ്മളെ നേരെ വെക്കുക. ആണോ? കണ്ടിട്ടുണ്ടോ? അതെന്തോ മൂകഭാഷ പറയുന്നേ? പപ്പ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും എന്നോട് വർത്തമാനം പറയുകയാണെങ്കിൽ എന്നോട് തന്നെ എന്ത് ചെയ്യണം? വർത്തമാനം പറയണം. അപ്പോൾ ഭാഷ വലിയൊരു കമ്മ്യൂണിക്കേഷനാണ്. അതുകൊണ്ടാണ് വേദോസത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം പൗരുഷ്യം പ്രസംഗിച്ചൊരു കാര്യം 102-ാം സംഗീതത്തിൽ പറയുന്നുണ്ട്, ഞാൻ മരുഭൂമിയിലെ വേഴാമ്പല് പോലെ, ശൂന്യസ്ഥലത്തെ മൂങ്ങാൻ പോലെ, പിന്നെ തനിച്ചിരിക്കുന്ന കുരിയനെ പോലെ. 102-ാം സംഗീതത്തിൽ അതിനകത്ത് ഒരു വാക്കാണ് ശൂന്യസ്ഥലത്തെ മൂങ്ങ. ഈ മൂങ്ങ എന്ന് പറഞ്ഞ സാധനം ഒരു പ്രത്യേകതയുണ്ട്. എപ്പോഴാണ് കണ്ണു കാണുന്നേ? രാത്രിയിൽ. ആണുങ്ങളാണ് ഇര തേടി പോകുന്നത്. അതിൻ്റെ പല്ലിയും പാറ്റായും ഒക്കെ പിടിക്കാൻ വേണ്ടി ഇതിങ്ങനെ പോകും. ഈ ആണുങ്ങളിങ്ങനെ പോകുമ്പോൾ പെണ്ണുങ്ങൾ മരപ്പൊത്തിയിരിക്കും, പെൺപക്ഷി. അപ്പോഴാണ് ആൺപക്ഷി പോകുന്നത്. നമ്മൾ പറയത്തില്ല രാത്രി മൂങ്ങുന്ന പോലെ മൂങ്ങിക്കൊണ്ടിരിക്കാൻ ചോദിക്കത്തില്ലേ? എന്തിനാ ഈ മൂങ്ങുന്നേ? ഈ ആൺപക്ഷിയെ കുറച്ചു നേരം കഴിഞ്ഞ് ഇത് ഏകഭക്തി വ്രതരാണ്. ആൺപക്ഷി അങ്ങ് ദൂരെ പോയിരിക്കുമ്പോൾ പെൺപക്ഷി ചോദിക്കും, കാണുന്നില്ലല്ലോ, എവിടെ? അതാ മൂളുന്നേ. അപ്പോൾ അവൻ പറയും, അതാ ഈ മൂളുന്നേ. അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുക. പിന്നെ വേറെ കാര്യങ്ങളുണ്ട്. വേറെ ഒരൊറ്റ ആൺപക്ഷി ഇങ്ങോട്ട് വരല്ലേ, അതിന് അവൻ്റെ ഇടയ്ക്ക് വീഴുന്നത് മൂളുന്നേ. ടെറിട്ടറിയിലോട്ട് ഒറ്റ ഒരുത്തിനെ എന്ത് ചെയ്യത്തില്ല, കേട്ടത്തില്ല. അപ്പോൾ ഇവർ ഈ മൂങ്ങകൾ തമ്മിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുക? കമ്മ്യൂണിക്കേഷനാണ്, ഭാഷയാണ്. നമുക്കറിയത്തില്ല. പക്ഷിശാസ്ത്രജ്ഞന്മാർ അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുക. ഗൂഗിളൊക്കെ നോക്കിയാൽ മതി. അപ്പം ഇതൊക്കെ കണ്ട് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എന്ത് കലങ്ങരുത്? ഭാഷ കലങ്ങരുത്. ഭാഷ കലങ്ങാതിരിക്കാൻ ദൈവത്തോടടുത്ത് ജീവിക്കുക, പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കുക. ഭാഷകൾ കലങ്ങുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുക, അല്ലേ? ഭാഷ കലങ്ങുന്ന ഒരു ലോകത്താണ് പെട്ടെന്ന് മുമ്പോട്ട് പോകാം. അപ്പോൾ അവിടെ നമ്മൾ കാണുകയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ. അങ്ങനെ 12-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ വിളിക്കുന്നു. വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പായിരിക്കുന്ന ദേശത്തേക്ക് പോകും. കാണിപ്പായിരിക്കുന്ന ദേശം എവിടാ? ഏതെന്ന് അറിയത്തില്ല. പറഞ്ഞോ? ഇല്ല, അന്നേരം പറയുന്നില്ല. കാണിപ്പായിരിക്കുന്ന ദേശം. അപ്പം ഒരു കാര്യം ഓർത്തോണേ, വിശ്വാസം ഇതാണ്. എങ്ങോട്ട് അതുകൊണ്ടാണ് എബ്രായലേഖനം പറയുന്നത്, വിളിക്കപ്പെട്ടാറ് എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ. അതുകൊണ്ടാണ് അബ്രഹാം ഇന്നും വിശ്വാസികളുടെ പിതാവായിരിക്കുന്നത്. വിളിച്ചപ്പം എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ പോയി. അപ്പം കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. 12:2 ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കും. അപ്പോൾ അവിടെ കർത്താവ് പറയുകയാണ്, അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അപ്പോൾ അനുഗ്രഹിക്കപ്പെടാനുള്ള വഴി എന്താ? അനുഗ്രഹിക്കപ്പെടാനുള്ള വഴി എന്താ? അനുഗ്രഹിക്കണം. നമുക്ക് വലിയ പാഠം. നമ്മളിപ്പം ഈ കൂട്ടത്തിൽ പാട്ടും വെള്ളത്തിൽ പൂട്ടും എന്ന് പറയുന്ന പോലെ കൂട്ടത്തിൽ അനുഗ്രഹിക്കാന്ന്, കണ്ണി നോക്കി അനുഗ്രഹിക്കുക എന്ന് പറയാവും. 10 രാവിലെ പറയാം, അച്ചായനെ ദൈവം ഒന്ന് അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറയാം. ഭയങ്കര പാടാണ് കണ്ണി നോക്കി പറയാൻ. അതുകൊണ്ട് തന്നെയാണ് പരസ്പരം അനുഗ്രഹിക്കപ്പെടാൻ ഒരു വഴിയുണ്ട്. എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. എല്ലാവരും പരസ്പരം ഒന്ന് അനുഗ്രഹിച്ചേ. ശരിക്കും കണ്ണി നോക്കണം. കണ്ണടച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യരുത്. മനസ്സുകൊണ്ട് പറയണം, ദൈവം താങ്കളെ എന്ത് ചെയ്യട്ടെ? അനുഗ്രഹിക്കട്ടെ.
കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ, പഠിത്തത്തെ അനുഗ്രഹിക്കട്ടെ, ആരോഗ്യം ഉണ്ടാകട്ടെ, നന്മ ഉണ്ടാകട്ടെ. 3-4 പേരെ ഒന്ന് അനുഗ്രഹിച്ച്. നമ്മുടെ അനുഗ്രഹത്തിന് ഭയങ്കര ശക്തിയാണ്. അനുഗ്രഹിക്കണം. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ, ദൈവദാസനെ അങ്ങ് അനുഗ്രഹിക്കണം. സഭയെ അങ്ങ് എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. എപ്പം കണ്ടാലും എന്തോ പറയണം? എപ്പം കണ്ടാലും തമ്മിൽ കാണുമ്പോൾ എന്തോ പറയണം? ദൈവം അനുഗ്രഹിക്കട്ടെന്നേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു എന്ന് പറയണം. നമ്മളൊരു ഓട്ടോറിക്ഷയൊക്കെ പിടിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ എത്ര? 80. ഇന്നലെ 70. ഇന്ന് 80. ഇത്രയില്ല, അത്രേ ഉണ്ട്. എന്നാൽ തരത്തില്ല, മേടിച്ചുകൊണ്ടേ പോകത്തുള്ളൂ. അവരെന്ത് ചെയ്തുകൊണ്ട് പോവും? മേടിച്ചുകൊണ്ട് പോകും. എന്നാൽ 100 രൂപ കൊടുത്തിട്ട് മോനെ ദൈവം കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ 30 തിരിച്ചു തരും. മനസ്സ് നിറഞ്ഞൊന്ന് പറഞ്ഞു വയ്ക്കുക, കുഞ്ഞെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അവൻ 10 രൂപ തിരിച്ചു തന്നിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ ഏറ്റവും വലിയൊരു വഴിയാണ് എന്ത് ചെയ്യാൻ? അനുഗ്രഹിക്കണം. എല്ലാവരും എന്ത് ചെയ്യണം? കടയിൽ പോയി സാധനം മേടിച്ചാലും എന്തോ പറയണം? ദൈവമക്കളുടെ ഒരു ട്രേഡ് മാർക്കായിരിക്കണം. കടയിൽ പോയി സാധനം മേടിച്ചാലും, ഒരു മീൻകാരൻ്റെ നിന്ന് മത്തി മേടിച്ചാലും പോകുമ്പോൾ എന്തോ പറയണം? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണം. ഒന്ന് പറഞ്ഞേ, നല്ലപോലെ പറ. നല്ല ഭാഷ പറയാൻ കുറച്ചുകൂടെ ഗോഡ് ബ്ലസ് യു പറയുന്നതിനെക്കാട്ടും ഹൃദ്യമാണ് നമ്മുടെ ഭാഷ പറയുന്നത്. ദൈവം താങ്കളെ, ദൈവം കുഞ്ഞിനെ, ദൈവം മോളെ അനുഗ്രഹിക്കട്ടെ. അപ്പം പരസ്പരം അനുഗ്രഹിക്കപ്പെടാനുള്ള ഏറ്റവും വലിയ വഴി എന്താ? അനുഗ്രഹിക്കപ്പെടാനുള്ള ഏറ്റവും വലിയ വഴി എന്താ? ഇന്ന് യോഗം കഴിഞ്ഞ് പോകുമ്പോൾ 10 പേർക്ക് കൈ കൊടുത്ത് എന്തോ പറയണം? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പറയുമോ? ആരെ കണ്ടാലും എന്തോ പറയണം? ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നീ ഭൂമിയിലെ സകല വംശങ്ങളെക്കാളും വലുതായി തീരും എന്ന് പറയുകയാണ്. എന്നിട്ട് അബ്രഹാം പുറപ്പെട്ടു. 75 വയസ്സായിരുന്നു. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഒരു കാര്യം സംഭവിച്ചു. 12:10 ദേശത്ത് എന്തോ ഉണ്ടായി? ക്ഷാമം ഉണ്ടായി. ദേശത്ത് ക്ഷാമം ഉണ്ടായപ്പോൾ, മുമ്പോട്ട് പോട്ടെ, ദേശത്ത് ക്ഷാമം ഉണ്ടായപ്പോൾ അബ്രഹാം എങ്ങോട്ട് പോയി? മിസ്രൈമിലേക്ക് പോയി. അബ്രഹാം എവിടെ പോയി? മിസ്രൈം പോയി. ഇവിടെ വലിയൊരു കാര്യം ഉണ്ടായേ. മിസ്രൈമിൽ പോയി ഇരിക്കുമ്പോൾ ഈ അബ്രഹാമിൻ്റെ ഭാര്യ സാറ ആരായിരുന്നു? സുന്ദരിയായിരുന്നു. അപ്പം അവിടെ ഒരു കാര്യം കണ്ടു. മിസ്രൈമർ അവളെ സുന്ദരി എന്ന് കണ്ടു. 12:15 ഫറവോൻ്റെ പ്രഭുക്കന്മാരും അവളെ കണ്ടു. അടുത്തത്, ഫറവോൻ്റെ മുമ്പാകെ അവളെ പ്രശംസിച്ചു. അങ്ങനെയല്ലേ? ഫറവോൻ്റെ മുമ്പാകെ അവളെ, സ്ത്രീ ഫറവോൻ്റെ അരമനയിൽ പോകേണ്ടി വന്നു. ഞാനതിനെ ഇങ്ങനെ പറയും, ഫറവോൻ്റെ അരമന, പ്രഭുക്കന്മാർ എന്ന് പറഞ്ഞാൽ പ്രഭുക്കന്മാർ മന്ത്രിസഭയാണ്, പ്രഭു സദസ്. അപ്പം വളരെ കൃത്യമായിട്ട് ഫറവോൻ്റെ കൊട്ടാരത്തിൽ എന്തോ നടക്കുക? പ്രഭുക്കന്മാരുടെ അടിയന്തര മീറ്റിംഗ് നടക്കുക, മന്ത്രിസഭാ യോഗം നടക്കുക. എന്തെല്ലാം ചർച്ചയുണ്ട്? പഞ്ചവത്സര പദ്ധതി, അടിയന്തരമായ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ നിവാരണം, ലൈഫ് ലൈൻ, പിന്നെന്താണ്, വീട് പദ്ധതി. ഇതിനെക്കുറിച്ചൊക്കെ കാര്യങ്ങൾ ഓരോ സബ്മിഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ പറയുന്നു, സുന്ദരിയായ ഒരു സ്ത്രീ നാട്ടിൽ വന്നിട്ടുണ്ട്. ഫറവോൻ പറഞ്ഞു അടിയന്തര പ്രമേയം. പിന്നെ സഭ നിർത്തിവെച്ചു, പിരിച്ചുവിട്ടു. സഭ പിരിച്ചുവിട്ടു. ആര്? ഫറവോ. ആര് വന്നു? ഇത്രയും കോന്തന്മാർ നാട് ഭരിച്ച എന്തോ സുന്ദരി എവിടെ വന്നു? സഭ നിർത്തിവെച്ചു. ഫറവോൻ്റെ പ്രഭുക്കന്മാർ സബ്മിഷൻ ഉന്നയിച്ചു. ഫറവോ അറിഞ്ഞോ ഒരു സുന്ദരി ഇവിടെ വന്നിട്ടുണ്ട്? അതുകൊണ്ടല്ലേ ഫറവോൻ്റെ പ്രഭുക്കന്മാർ അവളെക്കുറിച്ച് എവിടെ പ്രശംസിച്ചു? ഫറവോൻ്റെ അരമനെ. കണ്ടോ? കൊട്ടാരത്തിൽ സംഭാഷണം ഇപ്പം ആരെക്കുറിച്ചാണ്? സ്ത്രീകളെക്കുറിച്ച്. ഉടനെ അവളെ വരുത്താൻ പറഞ്ഞു. അരമനയിൽ പോകേണ്ടി വന്നു. അവിടുന്ന് ദൈവം ഈ അബ്രഹാം അതിനെ അനുവദിച്ചു. മനസ്സുകൊണ്ട് പേടിച്ചിട്ട് പറഞ്ഞു, നീ എൻ്റെ ആരാന്ന് പറയണം? പെങ്ങളാന്ന് പറയണം. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ടായി. ഫറവോൻ്റെ കൊട്ടാരത്തിൽ ഈ സാറ ഉണ്ടായിരുന്നത് കൊണ്ട് അവനെയും അവൻ്റെ കുടുംബത്തെയും അത്യന്തം എന്ത് ചെയ്തു? ദണ്ഡിപ്പിച്ചു. ഇത് വളരെ കൃത്യമായിട്ട് ഓർക്കണം. ഈ സാറ ആരുടെ വകയാണ്? അബ്രഹാമിൻ്റെ വകയാണ്. അബ്രഹാമിൻ്റെ വകയായ സാറ ഫറവോൻ്റെ കൊട്ടാരത്തിൽ ഇരുന്നപ്പോൾ ഫറവോൻ്റെ കൊട്ടാരത്തിൽ എന്തോ ഉണ്ടായി? ദണ്ഡന ഉണ്ടായി. എപ്പോഴും ഓർത്തോണം, നമ്മുടെ ജീവിതത്തിൽ വേണ്ടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തോ ഉണ്ടാകും? ദണ്ഡന ഉണ്ടാകും. ഒരു കുഞ്ഞിൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് മെഡിക്കൽ ചെക്കപ്പിൽ കുറച്ച് പ്രശ്നമുണ്ടായി. അപ്പോൾ ഞാൻ ആ വ്യക്തിയുമായിട്ട് സംവാദിച്ചപ്പം പറഞ്ഞു,
എന്തോ പ്രശ്നമായി, ഇത് എന്തോ ഒന്ന് ക്രമീകരണം ചെയ്ത് അതിനകത്ത് മാറ്റം വരും. അങ്ങനെ വേറെ വല്ല പെണ്ണുങ്ങളുടെ ഫോട്ടോയോ വല്ലതും അങ്ങനെ ബന്ധം വല്ലതും ഉണ്ടോ? സത്യമായിട്ടും എനിക്കില്ല. വേറെ വല്ലതും ഫോട്ടോയൊക്കെ ഉണ്ടോ ആവശ്യമില്ലാത്ത വല്ലതും? അതൊക്കെ ഉണ്ട്. ഡിലീറ്റ് ചെയ്യും, നാളെ പോയി നോക്കിക്കോളാൻ പറഞ്ഞു. ഡിലീറ്റ് ചെയ്തിട്ട് പോയി നോക്കിയപ്പം ബ്ലഡ് റിസൾട്ട് എന്തായി? നോർമലായി. അന്ന് ഞാൻ ഒരു കാര്യം പഠിച്ചു, ആവശ്യമില്ലാത്തത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എന്തോ ഉണ്ടാകും? ദണ്ഡനം ഉണ്ടാകും. ഞങ്ങളുടെ അപ്പ വെളിപ്പാട് കിടന്ന് കണ്ടിട്ടുണ്ട്. കിണ്ടി, മൊന്ത, ഉരുളി എന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാക്കി വല്യപ്പൻ്റെയൊക്കെ അപ്പുറത്ത് പിടിച്ച് വെച്ചതാ. ആവശ്യമില്ലാത്തൊരു മൊന്ത പോലും എവിടെ ഇരിക്കരുത്. ചിലരുടെ ഉണ്ട് വായിക്കാൻ പുസ്തകം എടുത്തുകൊണ്ട് പോയാൽ എന്ത് ചെയ്യത്തില്ല, വായിക്കാനെടുത്തൊരു പുസ്തകം പോലും നമ്മുടെ കയ്യിൽ ഇരിക്കരുത്. വേണ്ടാത്ത വല്ലവരും തന്ന ഒന്നും നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യരുത്, വച്ചേക്കരുത്. ചിലപ്പോൾ ആരെങ്കിലും തന്ന ചരടോ മറ്റേതോ മറിച്ചതോ ഇതൊന്നും എവിടെ വെച്ചേക്കരുത്, വീട്ടിൽ വെച്ചേക്കും. നമുക്ക് വേണ്ടാത്ത ഒന്നും നമ്മുടെ കൈ വേണ്ട. എന്തോ മാറും? ദണ്ഡനം മാറണമെങ്കിൽ ഉപേക്ഷിക്കേണ്ടതെല്ലാം എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. ഈ കുട്ടി അവിടെ ഇരുന്നുകൊണ്ട് പറവോയുടെ വീടിനകത്ത് എന്തുണ്ടായി? ദണ്ഡനം ഉണ്ടായി. പ്രാർത്ഥിച്ച് കർത്താവ് എന്തെങ്കിലും ഒന്ന് ഓർപ്പിക്കുകയാണെങ്കിൽ. ഇത് പിന്നെ വേറെ സ്ഥലത്തും കാണുന്നുണ്ട്. എവിടെയെന്നറിയാമോ? അബീമേലെക്ക്. അവിടെയും പോയി, അവിടെ എന്തുണ്ടായി? പ്രശ്നമുണ്ടായി. അപ്പം നമുക്ക് ഹിതമല്ലാത്ത ഒന്നും നമ്മുടെ കാണരുത്. ആരുടെയെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ അറിഞ്ഞോ അറിയാതെ അമ്മാജി അങ്ങോട്ട് പോയപ്പം പായസം കൊടുത്തു വിട്ട പാത്രം വീട്ടിലിരിപ്പുണ്ടോ? ചെറിയ വല്ലവരും നമ്മുടെ വീട്ടിലോട്ട് വന്നപ്പോഴേ കൊടുത്തു വിട്ട പാത്രം അവിടെ ഇരിപ്പുണ്ടോ? ഒന്ന് പോയിട്ട് തപ്പണേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറുതാണെങ്കിലും എന്ത് ചെയ്തേക്കണം? കൊടുത്തേക്കണം. ഒരു ഘട്ടം കഴിയും. സത്യം പരമാർത്ഥാണ്. അറിഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടാത്തൊരു സാധനം ഇവിടെ വെക്കരുത്, വീട്ടിൽ വെക്കരുത്. കൈയുയർത്തി പ്രാർത്ഥിച്ച്. ഇതൊക്കെ ഞാൻ ഒത്തിരി കണ്ടിട്ടുള്ളതുകൊണ്ട് പറയാം. ഈ പിള്ളേരൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പോയി വരുമ്പോൾ ആവശ്യമില്ലാത്തതൊക്കെ മേടിച്ചു കൊണ്ട് വെക്കും. കലയാ മറ്റേതാ മറിച്ചതാ. നമുക്ക് വേണ്ടാത്ത ഒന്നും എവിടെ ഇരിക്കരുത്, നമ്മുടെ വീട്ടിൽ ഇരിക്കരുത്. കൈയുയർത്തി പ്രാർത്ഥിച്ച്. എന്തോ ഉണ്ടാകും? അങ്ങനെ ഉണ്ടെങ്കിൽ ദണ്ഡനം ഉണ്ടാകും. ദണ്ഡനം വരുത്തുന്ന ഒന്നും വെക്കരുത് കേട്ടോ. ദണ്ഡനം വരുത്തുന്ന ഒന്നും വെക്കരുത്. കൈയുയർത്തി പ്രാർത്ഥിച്ച്, ശരിക്കും പ്രാർത്ഥിച്ച്. ശരിക്കും പ്രാർത്ഥിച്ച്. എൻ്റെ പൊന്നോമ്മനെ കുഞ്ഞുങ്ങളോട് പറയാം, ആവശ്യമില്ലാത്തൊന്നും ദേഹത്ത് കെട്ടി കൊണ്ട് നടക്കരുത്. കൂട്ടുകാർ തന്നാന്നും പറഞ്ഞ് വേണ്ടാത്തൊന്നും വീട്ടിൽ കയറ്റരുത്. എന്തോ ഉണ്ടാകും? ദണ്ഡനം ഉണ്ടാകും. പറവോയുടെ അരമനയിൽ പോകേണ്ടി വന്നു. അവൾ നിമിത്തം അവിടെ എന്തോ ഉണ്ടായി? ദണ്ഡനം ഉണ്ടായി. നമ്മൾ വളരെ സൂക്ഷിക്കണം, വേണ്ടാത്തൊന്നും നമ്മുടെ വീട്ടിൽ ഇരിക്കാതെ. 13-ാം അധ്യായം. ലോത്ത് അബ്രഹാമും ലോത്തും ഉണ്ട്. ഈ സ്വത്തെല്ലാം ആരുടെയാ? ലോത്തിൻ്റെയാണ്. സ്വത്തെല്ലാം ആരുടെയാ? ലോത്തിൻ്റെയാണ്. ലോത്തിൻ്റെ ഇടയന്മാരും അബ്രഹാമിൻ്റെ ഇടയന്മാരും തമ്മിൽ എന്തോ ഉണ്ടായി? വഴക്കുണ്ടായി. എന്തുകൊണ്ട്? അത് അടിവരയിട്ടേ. എന്തുകൊണ്ട്? 6-ാം വാക്യം. അവർ ഒന്നിച്ച് പാർപ്പാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചുകൂടാണ്. അടുത്തത്, സമ്പത്ത് വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് ഒന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല. ഒന്നുകൂടെ പറഞ്ഞേ. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, ഈ ക്രൈസ്തവ സഭാവഴക്കുകൾ ഒത്തിരി നടക്കുന്നുണ്ട്. എല്ലാം എന്തിൻ്റെ പേരില്ല? എല്ലാം എന്തിൻ്റെ പേരില്ല? സമ്പത്തിൻ്റെ പേരില്ല. സമ്പത്ത് ഇല്ലായിരുന്നെങ്കിൽ ഈ വഴക്ക് വല്ലതും ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. പലയിടത്തും ഇപ്പോൾ ഡിവോഴ്സ് നടക്കാൻ കാര്യം, വഴക്കുണ്ടാകാൻ കാര്യം, 2 പേർക്കും എന്തോ ഉണ്ട്? ശമ്പളമുണ്ട്. 2 പേർക്കും ശമ്പളം ഇല്ലായിരുന്നെങ്കിലോ വഴക്കുണ്ടോ? ഇല്ല. സമ്പത്തിൻ്റെ പേരിൽ എന്തോ ഉണ്ടാക്കരുത്. സമ്പത്ത് കൂടുന്ന ഈ സഭാ ഫണ്ടിൽ ഒത്തിരി പൈസ മിച്ചം വരരുത്. മിച്ചം വന്നാൽ അവർ പറയും, ആ പൈസ എടുത്ത് ഇങ്ങോട്ട് ചെയ്യും, ഈ പൈസ ഇങ്ങോട്ട് ആക്കണ്ട. അത് എടാ, ഈ പൈസ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, മുട്ടയിൽ നിന്ന് കർത്താവ്. ഫണ്ട് കെട്ടിക്കിടന്നാലും എന്താ പ്രശ്നമാണ്? ഫണ്ട് വരണം, അതിലൊരാവശ്യം കാണും, ഫണ്ട് പോവും. അടുത്ത ഫണ്ടിന് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം.
ഈ സമ്പത്തുണ്ടായതിൻ്റെ പേര് വഴക്കുണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ ഞാൻ കണ്ടു. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒന്നിച്ച് മറപ്പാൻ കഴിഞ്ഞില്ല. അയർലൻഡിൽ പോയി, ദേശം പറയാൻ പാടില്ല, എനിവേ ഒരു പാശ്ചാത്യ രാജ്യത്ത് പോയി. അപ്പോൾ അവിടെ വെച്ച് എൻ്റെ കസിനെ എന്നെ കൊണ്ടുപോയി. എന്നെ കസിനെ അവിടെ കൊണ്ടു. എനിക്ക് അവിടെ മീറ്റിങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് ഞങ്ങളുടെ ഹോള് പണിയാണ്. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ തെറ്റിയിരിക്കൊന്നും വേണ്ട. ഒരു മലയാളിയായ ഒരു ദൈവദാസനെ അവിടെ സഭക്കാരും വിദേശത്ത് കൊണ്ടുപോകുമ്പോൾ ശുശ്രൂഷ നമ്മുടെ മുഖ്യ ലക്ഷ്യമാണ്, യാതൊരു സംശയമില്ല. പക്ഷേ അപ്പം തന്നെ ഒരു ഫിനാൻഷ്യൽ സോഴ്സ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തെറ്റാണോ? അല്ല, നമുക്ക് വേണ്ടിയൊന്നുമല്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് പൈസ വേണ്ട എന്ന് പറഞ്ഞാൽ എൻ്റെ ആവശ്യത്തിനൊക്കെ നിർത്താൻ എൻ്റെ സഭയുണ്ട്. എന്നാലും നമുക്ക് കിട്ടുന്ന റിസോഴ്സുകൾ കൊണ്ടാണ് ഇവിടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ അന്ന് ഞങ്ങളുടെ ഹോള് പണിയാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ കസിന് ചർച്ചിനോട് ഭയങ്കര കമ്മിറ്റ്മെൻറ്റാണ്. അവിടെയുള്ള പിള്ളേർ എനിക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ എല്ലാവരും അവർ പറയുന്നുണ്ട്. പാസ്റ്റർ വന്നിട്ടുണ്ട്, ഹോള് പണിക്ക് വേണ്ടിയുണ്ട്, പാസ്റ്ററെ സഹായിക്കണം, ഇന്ന ആവശ്യത്തിനെ പോകത്തുള്ളൂ. അപ്പം നമുക്ക് എന്തോ കിട്ടിയാലും നമ്മൾ അവിടെ കൊടുക്കും, അവരതെല്ലാം ഇങ്ങോട്ട് അയക്കും. അവിടെ ചെന്നപ്പോൾ ഒരു വീട്ടിൽ പോയി. ആ വീട്ടിൽ ഭയങ്കര വഴക്കാണ്, ഭാര്യയും ഭർത്താവും കൂടെ. അതിന് പ്രശ്നം പറഞ്ഞു തീർക്കാൻ വേണ്ടി എന്നെ കൊണ്ടുപോയതാണ്. അവിടെ ചെന്നപ്പോൾ ആ വീട്ടിൽ നല്ല തണുപ്പാണ്, അവിടുത്തെ തണുപ്പല്ലേ, എന്നെ അങ്ങ് വിറയ്ക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, നോ ഹീറ്റല്ലേ? അപ്പം പിള്ളേരും വന്നു, പിള്ളേരും തണുക്കുക. അപ്പോൾ ഹീറ്റർ എന്നെ ഓണാക്കാൻ പോയി, എന്നെ അങ്ങ് തണുക്കുന്നു, എനിക്ക് തണുത്തു. അപ്പോൾ അവർ പറഞ്ഞു, അതെ അത് ഞാൻ ചോദിച്ചു എന്താ കാര്യം? അവിടുത്തെ ആ ഒരു പ്രത്യേക ആ ഒരു സ്ഥലത്ത് ടോപ്പപ്പ് ചെയ്യുകയാണ് ഗ്യാസ് കൊണ്ടുവന്ന്, ഹീറ്ററിൻ്റെ ഗ്യാസ് ടോപ്പപ്പ് ചെയ്യുക, ഈ പ്രീപെയ്ഡായിട്ട് ടോപ്പപ്പ് ചെയ്യുക. നമ്മൾ മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്ന പോലെ ഇവർ പൈസ കൊടുത്തിട്ട് അവരൊന്ന് ടോപ്പപ്പ് ചെയ്യും. അപ്പം കഴിഞ്ഞ പ്രാവശ്യം അവൾ ചെയ്തുകൊണ്ട് ഈ പ്രാവശ്യം അവൻ ചെയ്തില്ല. അപ്പം ഇവൻ്റെ ടേണാണ്, അതുകൊണ്ടാണ് ചെയ്യാൻ. എന്നെ വിറച്ചു. അപ്പം ഞാൻ ചോദിച്ചു, വല്ലതും കഴിച്ചു ഈ പിള്ളേർ? അതുപോലും ശരിക്കും മേടിച്ചിട്ടില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം അവളാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഫുഡിൻ്റെ പൈസ കൊടുത്തത്. ഇവർ തമ്മിൽ തല്ലുക, പൈസ പൈസ പൈസ. ഇപ്പോൾ പറഞ്ഞു വന്നപ്പോൾ എനിക്കൊരു കാര്യം പിടികിട്ടി. അവൻ്റെ അപ്പന് അസുഖം വന്നപ്പോൾ ഇവള് പൈസ അയപ്പിച്ചില്ല. ഇവിടെ അപ്പന് അസുഖം വന്നപ്പം അവൻ പൈസ അയപ്പിച്ചില്ല. രണ്ടപ്പന്മാരും അറ്റാക്ക് വന്ന് ചത്തു. ചത്തു. പിന്നല്ല. അപ്പം ഞാൻ പറഞ്ഞു, ഒരുമാതിരി നിങ്ങൾ തമ്മിൽ തല്ലുക. എനിക്കൊക്കെ ദേഷ്യം വന്നു. ഒന്നാ എന്നെ തണുക്കുകയാണ്. തണുത്ത് മക്കളെ. അപ്പോൾ എന്നെ കൊണ്ടുപോയി കസിൻ എന്നെ ചൊറിഞ്ഞിട്ട് പതുക്കെ പറഞ്ഞു ചെവിയിൽ, അവളെ സപ്പോർട്ട് ചെയ്തു. ഇത് ശരിയാകുന്ന കേസല്ല, ഗുണം പിടിക്കത്തില്ല, അവളെ സപ്പോർട്ട് ചെയ്യും. നമുക്ക് പൈസ തരുന്ന അവളാ, നമുക്ക് കിട്ടുന്ന മേടിച്ചിട്ട് പോവാ, ഇത് ശരിയാകത്തില്ല, ഇതൊക്കെ അവളെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിച്ച് പോയേക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കും കരി വന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് നിൻ്റെ പൈസ, ഇവിടെ പൈസ കൊണ്ട് ഹോള് പണിതാൽ ഹോൾ ഇടിഞ്ഞു താഴെ പോകും. ഇവിടെ ഹോള് ഈ പൈസ കൊണ്ട് മോളെ പൈസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനൊപ്പം തന്നെ എന്നും പ്രാർത്ഥിച്ചോണം, വേണ്ടാത്ത പൈസ കൈ വരികയും ചെയ്യരുത്. വേണ്ടാത്തവരുടെ പൈസയും വരരുത്. ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യമാണ്. പൈസ വേണം, അത് വേറെ കാര്യം, കാരണം കാര്യങ്ങൾ നടക്കണ്ടേ. പക്ഷേ വേണ്ടാത്ത പൈസ എന്ത് ചെയ്യണ്ട. ചില പൈസ വരരുത് മക്കളെ, ചില നന്മ വരരുത്, അത് അഴുക്കാണ്. ഞാൻ പറഞ്ഞു, ഇവിടെ പൈസ കൊണ്ട് ഓടും, എനിക്കിവിടെ പൈസ വേണ്ട. എന്നെ ഞാൻ കലിച്ചു. എന്നെ വിറച്ചില്ലേ? അത് ദേവദാസനല്ലേ? നിങ്ങൾ എന്താ ഈ പറയുന്നത്? എനിക്കൊരു വിലയില്ലേ? എന്നാ ഞാൻ പറഞ്ഞു, ഈ പിള്ളേരെ വിറപ്പിച്ചു, അതിലൊക്കെ ഉപരി എന്നെ വിറപ്പിച്ചു. നിങ്ങളെ രണ്ടിനെയും താമ്പുരം പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ ഞാൻ ദൈവത്തോട് ചോദിക്കും, ഞാൻ പോകാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ചെരുപ്പൂരി അവിടെ കൊട്ടിയിട്ടിട്ട് ഇങ്ങനെ പോന്നു. അഹങ്കാരം, പൈസയുടെ പേരും പിള്ളേരെ പട്ടിണി കിടന്നു. സംഭവിച്ചു കേൾക്കണോ? അടുത്ത ദിവസം രണ്ടും കൂടെ വഴക്കുണ്ടാക്കി. ഒച്ച മൂത്തപ്പോൾ അടുത്ത സായിപ്പ് പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു, ഇവനെ ഡിപ്പോർട്ട് ചെയ്തു. പിള്ളേരെ പാകിസ്ഥാനികൾക്ക് കൊടുത്തു. തീർന്നേ. എന്തിൻ്റെ പേരില്ല? സമ്പത്ത്. സംഭവങ്ങൾ പറയുന്ന, പക്ഷേ ആളും പേരും അറിയാതെ ചില കാര്യങ്ങൾ പറയുന്നത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. ഭർത്താവ് ഗൾഫിൽ നിന്ന് പൈസ അയക്കും. ആ മാസം അവന് പൈസ അയക്കാൻ താമസിച്ചു. ഇവളങ്ങ് പിണങ്ങി. ഇവള് പിണങ്ങി. കാരണം എന്താ അയച്ചില്ല? പൈസ. സത്യമാണ്, അവിടെ ആവശ്യമില്ല. പക്ഷേ 1-2 ദിവസം മുമ്പോട്ട് പോയപ്പോൾ ഇത്രയും പിണങ്ങണം. അവൻ അയക്കാനൊത്തില്ല. അവൻ പൈസ അവൻ അയച്ചു.
പക്ഷേ ഇവളെ വാട്സപ്പ് ആ ലിസ്റ്റ് തുറന്നു നോക്കിയില്ല. ദേഷ്യം, പൈസ, ദേഷ്യം. ഇവൻ രാത്രി വിളിക്കുക. രാത്രി ഇവൻ്റെ കോള് വരുമ്പോൾ ഇവൾ സൈലൻ്റ് ആക്കി ഇങ്ങനെ വെച്ച്, പഠിക്കട്ടെ, നീ വിളിക്കടാ, നീ വിളിക്കുക, ടിങ് 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 ടിങ്. ഒത്തിരി വട്ടം വിളിച്ചു, എടുത്തില്ല ഇവിടെ. പൈസയാ അയച്ചില്ല. നേരം വെളുത്തപ്പം 10-18 മിസ് കോള്. ആങ്കാരി എൻ്റെ കോള്. ഉച്ചയായപ്പോൾ ഒരാൾ വിളിച്ചു, ഇന്നാളുടെ ഭാര്യയാണ്, ആണോ, മുറി ചത്ത് കിടപ്പുണ്ട്, അറ്റാക്കായിരുന്നു. ഈ അറ്റാക്ക് വന്നപ്പോഴാണ് വിളിച്ചേ. ഇന്ന് അവൾ വിഷാദ രോഗിയാണ്. ഒറ്റ ചിന്ത, കോൾ എടുത്തായിരുന്നെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യത്തില്ല. ഷീ ബിക്കേം എ ഡിപ്രസീവ് പേഷ്യൻ്റ്. എന്തിൻ്റെ പേരിലാണ് വഴക്കുണ്ടാക്കിയേ? സമ്പത്തിൻ്റെ പേര്. ഈ സമ്പത്തിൻ്റെ പേരിൽ അടിയുണ്ടാക്കരുത്, വീട്ടിൽ വഴക്കുണ്ടാക്കരുത്. കിട്ടുന്ന പൈസ എല്ലാവരും കൂടെ എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് എല്ലാവരും കൂടെ കൈവച്ച് സ്തോത്രം ചെയ്യണം, നന്ദി പറയണം, ദൈവത്തിനുള്ളത് മാറ്റിവെക്കണം, എന്നിട്ട് പ്രാർത്ഥിക്കണം. അബ്രഹാം അവിടെ ഒരു സ്റ്റാൻഡ് എടുത്തു. ഞാൻ വഴക്കിനില്ല, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്. താണ്ട് ലോകത്തിന് പറ്റിയത് കണ്ടോ? അമ്മോന്യരും മോവാബ്യരും. ഇന്നും അബ്രഹാം അറിയപ്പെടുന്നു ആരുടെ പിതാവാ? വിശ്വാസികളുടെ പിതാവ്. സമ്പത്തിൻ്റെ അപകാരം സന്തോഷത്തോടെ സഹിച്ചു, വഴക്കുണ്ടാക്കാൻ പോയില്ല. ചില കാര്യങ്ങളിൽ ന്യായം നമ്മുടെ പക്ഷത്താണെങ്കിലും മിണ്ടാതിരുന്നാൽ തമ്പുരാൻ തെളിയിക്കും. എന്തുണ്ടാക്കരുത്? വഴക്കുണ്ടാക്കരുത്. എന്തുകൊണ്ടാണ് വഴക്കുണ്ടാക്കുന്നറിയാമോ? അബ്രഹാം പറഞ്ഞൊരു കാര്യമുണ്ട്, അതെന്നെ അത്ഭുതപ്പെടുത്തുന്നത്. കനാന്യരും, നോക്കിയോ 13-ാം അധ്യായം, അബ്രഹാമിൻ്റെ ഇടയും ലോകത്തും തമ്മിൽ പിണക്കം ഉണ്ടായി എന്ന് എഴുതിയിട്ടൊരു ഇടയ്ക്ക് വേണ്ട, അത് അവിടെ ഒരു ആവശ്യമേ അല്ല വാക്ക്. ഇടയന്മാരും തമ്മിൽ പിണക്കം ഉണ്ടായി അല്ലേ? അവിടെ ഒരു ലൈനുകളുടെ തിരികെ കിട്ടുന്ന ഒരു വാക്കുണ്ട്, കനാന്യരും പെരിസ്സരും അന്തേശപാർത്തി എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കിയ ആര് കാണും? അതുകൊണ്ടാണ് അബ്രഹാം വിട്ടുവാഴ്ച ചെയ്തത്. നിങ്ങളുടെ വീട്ടിൽ കനാന്യരും പെരിസ്സരും ഉണ്ടെന്നറിയാമോ? ആരാ? പിള്ളേര് അടിച്ചോ. കനാന്യരും പെരിസ്സരും എവിടെ ഉണ്ട്? എൻ്റെ മന്നെ അവിടെ ഉണ്ട്. അവിടെ എവിടെ? വീട്ടിലുണ്ട് കനാന്യരും പെരിസ്സരും. അപ്പനും അമ്മയും കൂടെ വഴക്കുണ്ടാക്കുമ്പോൾ അതിൻ്റെ സകല ദുരിതവും അനുഭവിക്കാൻ പോകുന്നത് അവരുടെ മനസ്സിൽ വെക്കുന്ന മുറിവുകളാണ്. ഹിറ്റ്ലർ ഏറ്റവും വലിയ തെളിവാണ്. ഹിറ്റ്ലറുടെ ആത്മകഥയുണ്ട്, മെയിൻ കാഫ്. ലോകത്തെ ഏറ്റവും കൂടുതൽ സൈക്കോളജിക്കൽ അനാലിസിസിന് വിധേയപ്പെട്ട ആത്മകഥയാണ്. ബാല്യം അവനെ അങ്ങനെ ആക്കിയത്. ഒരിക്കലും എന്തുണ്ടാക്കരുത്? വഴക്കുണ്ടാക്കരുത്. ആരുണ്ട്? കനാന്യരും പെരിസ്സരും. നമുക്കൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ആവശ്യമില്ലാത്ത ഒന്നും കയറരുത്, ബാധ വരും. എന്ത് കലങ്ങരുത്? ഭാഷ കലങ്ങരുത്. എവിടെ പേര് വേണം? മേടി ഉണ്ടോ? സ്വത്ത് എവിടെ കൂട്ടണം? മേടി. അച്ഛാ ഇല്ലാത്തപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചു, ആരും പറഞ്ഞില്ല. ഒറ്റ കാര്യം ചോദിച്ചുള്ളൂ. പിള്ളേരോടും ചോദിച്ചു, വലിയോടും ചോദിച്ചു, മോളോടും ചോദിച്ചു, അമ്മയോടും ചോദിച്ചു. അച്ചായൻ്റെ പേരറിയാവും? അറിയത്തില്ല. പക്ഷെ ഇവർക്കെല്ലാം നടന്മാരെയും അവരുടെ ഭാര്യമാരുടെയും അവരുടെ പിള്ളേരുടെയും പേരറിയാം. അതുകൊണ്ട് ഈ സ്വത്തെല്ലാം കുറച്ച് വിറ്റിട്ട് സഭയെ കൊണ്ട് കൊടുക്കുക. ഈശോന്നു അയ്യോ, എക്സ്കർവേഷൻ ഈശോ വന്നു. എല്ലാവർക്കും കൊടുക്കണം. മക്കൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ എത്ര കൂട്ടി വെച്ചാലും തികത്തൊന്നുമില്ല, ഒന്നും തികയത്തില്ല. മനസ്സിലായോ? നല്ല അസുഖം വന്നാൽ നല്ല 3-4 സ്കാൻ ചെയ്താൽ എല്ലാം പൊട്ടും, എല്ലാ FD പൊട്ടും. ഞാൻ 25 വർഷം പെങ്ങളെ കൊണ്ട് കിടന്ന എല്ലാം പൊട്ടും. അവസാനം 100 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു, 10 ലക്ഷത്തിലേറെ ബില്ല്. ഞാനെന്നാൽ എൻ്റെ അപ്പനെ ഓർത്ത് സ്വോത്രം ചെയ്തു. അപ്പം കൂട്ടി വെച്ചായിരുന്നെങ്കിലും തികയത്തില്ലായിരുന്നു.
പക്ഷെ അപ്പനെല്ലാം മേളിലിട്ടുകൊണ്ട് ഒരു കുറവും വന്നില്ല. അപ്പനെല്ലാം മേളിലിട്ടുകൊണ്ട് ഒരു കുറവും വന്നില്ല. എവിടെ ഇടണം? മേളിലിടണം. എൻ്റെ അപ്പൻ ഒത്തിരി പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനും ഒത്തിരി പേരെ പഠിപ്പിച്ചിട്ടുണ്ട്. അഹങ്കാരം പറയല്ലേ, എൻ്റെ കിട്ടിയ പൈസ, എൻ്റെ ഇഷ്ടം പോലെ പൈസ വന്നിട്ടുണ്ട്. അഹങ്കാരം പറയല്ലേ, തെറ്റിദ്ധരിക്കരുതേ. പക്ഷേ എൻ്റെ കാര്യത്തിനൊന്നും ചിലപ്പം കാണത്തില്ല. അതുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസികൾ ചിലപ്പോൾ പറയും, പ്രിൻസിപ്പാളിനെ കൊടുക്കരുത്, അപ്പാടിനെ കൊടുക്കാമായിരുന്നു. തൂവിക്കളഞ്ഞിട്ടില്ല, അടിച്ചു പൊളിച്ചിട്ടില്ല, മലേഷ്യയിലും സിംഗപ്പൂരിലും ടൂറും പോയിട്ടില്ല. തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ചെയ്യാൻ ഒത്തില്ല, പൈസ ഇല്ലായിരുന്നു അന്നേരം. മുമ്പേ പറഞ്ഞ പോലെ പട്ടിയുള്ളപ്പം കല്ലില്ല, കല്ലുള്ളപ്പോൾ പട്ടിയില്ല. പൈസ ഉണ്ടായിരുന്നപ്പോൾ സമയമില്ലായിരുന്നു, സമയം ഒത്തപ്പോൾ പൈസയില്ല. പക്ഷെ മേളിൽ ഡിപ്പോസിറ്റ് ഉണ്ട്, എല്ലാം നടക്കും. കഴിഞ്ഞ ദിവസം മോനെ കൊണ്ട് കോളേജിൽ ചേർക്കണം. അപ്പം ഞാൻ അവന് തുടങ്ങുമ്പോൾ ഞാനിവിടെ കാണത്തില്ല. ഞാൻ ഉറങ്ങും, ഉച്ചയ്ക്ക് വന്ന് ശകലം തന്നെ ഉറങ്ങിയിട്ടെങ്കിൽ പൗർഷനിൽ പോകണം. കണ്ണിൽ ഉറക്കം കയറി അങ്ങോട്ട് വരുമ്പം വൈഫ് കൂടി വന്നിട്ട് വിളിച്ചു, അവളെങ്ങാണ്ടെന്ന് വന്നിട്ട് വിളിച്ചു, അച്ഛാ ഇന്ന് രാത്രി പോകണം. ഇന്ന് രാത്രി പോയില്ലെങ്കിൽ ഞാൻ ഡയറി നോക്കിയിട്ട് വേറെ 2 ദിവസം ഒന്നിച്ച് കിട്ടുന്നതില്ല, പോയി മോൻ്റെ കോളേജ് കാണണം, ഫീസ് അടയ്ക്കണം, ഇന്ന് പോകണം. ഇന്ന് രാത്രി പോയാലേ നമുക്ക് പോകാനൊക്കത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് 2 ദിവസം ഇല്ല അച്ഛൻ പോകുന്നതിന് മുമ്പ്. ഞാൻ പറഞ്ഞു പോകണം. എന്നാൽ പിന്നെ എന്താ കുഴപ്പം? പൈസ നിൻ്റെ വല്ലതും ഉണ്ടോ? എൻ്റെ ഒന്നുമില്ല. പൈസ എങ്ങനെ? പൈസ എനിക്കറിയത്തില്ല. എന്നാൽ ശരി, ഓക്കെ, സ്വത്രം. പൗർഷി നിൽക്കുമ്പോൾ എന്നെ ഒരു അമ്മച്ചി വിളിച്ചെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു കൂട്ടത്തിലുള്ള ഒരു സൗകര്യം വിളിച്ചുകൊണ്ട് അച്ഛൻ്റെ ഫോൺ ഓഫാണ്. ഒരമ്മച്ചി വിളിക്കുന്ന അത്യാവശ്യമായിട്ട് ചെല്ലണം, മർത്തമ്മക്കാരത്തി ഒരു അമ്മച്ചിയാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ ആ അമ്മച്ചി 80,000 രൂപ എടുത്ത് എൻ്റെ തന്നിട്ട് പറഞ്ഞു, കർത്താവ് പറഞ്ഞു ഒന്നിനുമല്ല തൊട്ട് പോയേക്കരുത്. എന്നിട്ട് കൂടെ ഇന്ന് മോനോട് പറഞ്ഞു, വേറെ ഒന്നിനും എടുത്തേക്കല്ലേ, മോൻ്റെ ഫീസ് അടയ്ക്കണമെന്ന് ദൈവം എന്നോട് പറഞ്ഞു. മേളിൽ ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ഇനി വരും. അതുകൊണ്ട് എല്ലാവരും എവിടത്തേക്കും ഡിപ്പോസിറ്റ് ചെയ്യണം. അബ്രഹാം മൽക്കീസദേക്കിന് എന്ത് കൊടുത്തു? ദശാംശം കൊടുത്തു. എബ്രായ ലേഖനം പറയുന്നു, ലേവി എവിടെ ഉണ്ടായിരുന്നു? അബ്രഹാം കൊടുത്തപ്പോൾ ആരില്ല. അത് കഴിഞ്ഞാണ് ആര്? ഇസഹാക്ക് കഴിഞ്ഞ് യാക്കോബിൻ്റെ ആദ്യത്തെ ഭാര്യ 2 പേര്, ലേയയും റാഹുലും. ലേയയ്ക്ക് രൂബേൻ, ഉൽപ്പത്തി 29, ശിമയോൻ, ലേവി, യഹൂദ. ലേവി ഉണ്ടോ അന്ന്? ഇല്ല. പക്ഷെ ലേവി എന്ത് കൊടുത്തു? ദശാംശം കൊടുത്തു. ലേവിയും കൊടുത്തല്ലോ. 4 തലമുറയ്ക്കുള്ളവർക്കുള്ള ദശാംശമാണ് അബ്രഹാം കൊടുത്തത്. കണ്ടോ? ഉൽപ്പത്തി 14 അബ്രഹാം സകലത്തിൽ എന്ത് കൊടുത്തു? ഉൽപ്പത്തി 24 അബ്രഹാം വയസ്സ് എന്ന് വൃദ്ധനായി, ദൈവം അവനെ സകലത്തിലും അനുഗ്രഹിച്ചു. 2 വാക്യം നോക്കിയോ. ഉൽപ്പത്തി 14 സകലത്തിലും ദശാംശം കൊടുത്തു. 24:1 ഇട്ടേ. 24:1 ഉൽപ്പത്തി 24:1 അബ്രഹാം വയസ്സ് എന്ന് വൃദ്ധനായി, യഹോവ അബ്രഹാമിനെ സകലത്തിൽ അനുഗ്രഹിച്ചു. ഞാൻ 1-2 സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. എന്നോട് ഒരു കെനിയൻ സഹോദരന് ഞാൻ ട്രാൻസ്ലേഷൻ നടത്തുക. പുള്ളി 1-2 കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ബൈബിളിൽ തന്നെ ഞാൻ കുറിച്ചു. അദ്ദേഹം പറഞ്ഞ രസകരമായ കാര്യങ്ങളാണ്. ഇഫ് യു ആർ സഫറിങ് ചെക്ക് യുവർ ഓഫറിങ്. എഴുതിയിട്ടോണേ. ഇഫ് യു ആർ സഫറിങ്. ആൻറ്റി എഴുതാൻറ്റി ഷൂ എന്ന് വെച്ചൊക്കെ എഴുത്. ഇഫ് യു ആർ ഞാൻ ചുമ്മാ തമാശയൊക്കെ പറഞ്ഞേ. ഇഫ് യു ആർ സഫറിങ്, എൻ്റെ കുഞ്ഞ് ഒഫൻഡഡ് ആകല്ലേ, ഞാൻ വളരെ തമാശ പറയുന്നതാണ്. ഐ എം വെരി ഫ്രീ. ഇഫ് യു ആർ സഫറിങ് ചെക്ക് യുവർ ഓഫറിങ്. അടുത്തത്, ഈ എല്ലാവരും സാധാരണ ഇപ്പം പറയുന്നൊരു വാക്കുണ്ട്, വല്ലാത്ത എന്താ, ടൈറ്റാ. ഇഫ് യു ആർ ടൈറ്റ് ചെക്ക് യുവർ ടൈറ്റ്. ഇഫ് യു ആർ ടൈറ്റ് ചെക്ക് യുവർ ടൈറ്റ്. എഴുത്. ഇഫ് യു ആർ ടൈറ്റ്, ഇഫ് യു ആർ ടൈറ്റ് ചെക്ക് യുവർ ടൈറ്റ്. വേദപുസ്തകത്തിൽ തന്നെ എഴുതിയിട്. ടൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടൈറ്റ് ഭയങ്കര ടൈറ്റാ, ഞെരുക്കം, ടൈറ്റ് അല്ലേ? ചെക്ക് യുവർ ടൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദശാംശം. ഇഫ് യു ആർ ടൈറ്റ് ചെക്ക് യുവർ ടൈറ്റ്. ഇഫ് യു ആർ സഫറിങ് ചെക്ക് യുവർ ഓഫറിങ്. ഇത്
God doesn't look what you give, but God looks what remain. ദൈവം നോക്കുന്ന എന്ത് കൊടുത്തു എന്നല്ല, എന്ത് ബാക്കിയുണ്ടെന്നാ. When God lift you up, when God lift you up, don't raise your standard of living, but instead raise your standard of giving. എഴുതിയിട്ടോ? When God lift you up, when God lift you up, instead of raising your standard of living, raise your standard of giving. നമുക്ക് ഇച്ചിരി നല്ല വരുമാനമൊക്കെ വന്നാൽ നമ്മൾ ഒന്നര ഓർക്കും, ഈ കാർ മാറിയിട്ട് നല്ലൊരു കാർ മേടിക്കണം, ഈ ഫോൺ മാറ്റിയിട്ട് ഒരു ഐഫോൺ മേടിക്കണം, ഐഫോൺ പ്രോ മാക്സ്, ഏറ്റവും എന്താണ് 14, ഐഫോൺ 14 പ്രോ മാക്സ് മേടിക്കണം. ഇതെന്തോ വന്നാലും 2 വർഷം കൊണ്ട് പോകും. ശരിയല്ലേ? 2 വർഷമേ ഉള്ളൂ. 2.5 വർഷം കൊണ്ട് എത്ര സൂക്ഷിച്ചാലും എന്ത് ചെയ്യും? 3 വർഷത്തേക്കുള്ള ഓടുപോകും. ഇല്ല, സ്റ്റക്കാവും. വെൻ ഗോഡ് ലിഫ്റ്റ് യു അപ്പ്, ഇൻസ്റ്റെഡ് ഓഫ് റേസിങ് യുവർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഈ സാധുക്കളായി ഒത്തിരി പേര് കൊടുക്കുന്നവരുണ്ടേ. ഞങ്ങളുടെ അവിടെ ഒരു കൃഷിക്കാരൻ അച്ചായനുണ്ട്. എല്ലാ ആഴ്ചയിലും പുള്ളി ഇത് കേട്ടപ്പം 500 കൊടുത്തുകൊണ്ടിരുന്ന അച്ചായൻ 1000 കൊണ്ടിടാൻ തുടങ്ങി. ഒരു കൃഷിക്കാരനാണ്, 1000 രൂപ, പശുവിനെ വളർത്തുക, 1000 രൂപ. അപ്പം പുള്ളിയുടെ വീട്ടിൽ മോനും മരുമോളും കൂടെ ഒരു ഇച്ചിരി പ്രശ്നം ഉണ്ടായിട്ട് വീട് മാറി. മോനും മരുമോളും കൂടെ വീട് മാറി. പക്ഷെ അവന് ഈ കൾച്ചർ ആയതുകൊണ്ട് അവൻ വീട് മാറിയപ്പം തൊട്ട് അവനും ഒരു കവർ എഴുതി, അവൻ്റെ ഒരു 250, അവനും അത്രയും പൈസയില്ല, അപ്പൻ്റെ തണലില്ല, ഇച്ചിരി വണ്ടിയൊക്കെ ഓടിക്കും. അവനും കൊണ്ട് എല്ലാ ആഴ്ചയിലും ഒരു 500 രൂപ കവറിൽ എഴുതിയിടും. അപ്പം സഭയിൽ നിന്ന് എന്നോടാണ് പറഞ്ഞു, ഈ പ്രശ്നം മാറ്റി അവരെ എന്ത് ചെയ്യണം, ഒന്നിപ്പിക്കണം. ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും ഒക്കത്തില്ല, കവർ എന്താകും? അവർ 2ആയിട്ട് ജീവിക്കുന്നതാണ്. വ്യാഗ്രയായിട്ട് കാണരുത്, തമാശ പറഞ്ഞ. എന്നാലും വീട് മാറിയാൽ അവനെ എന്തായിട്ട് കൂട്ടണം, അവനെ ഒരു കുടുംബമായിട്ട് കൂട്ടണമെന്ന് അവൻ എന്നെ പഠിപ്പിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പാവങ്ങളാ. കണ്ണടച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. അപ്പം നമുക്ക് ഇത്രയെല്ലാം കേട്ടല്ലോ. എന്ത് കൂട്ടണം? സ്റ്റാൻഡേർഡ് ഓഫ് ഗിവിങ്. ടൈത്ത് 10% അല്ലേ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 20 കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. എനിക്കൊരു സഹോദരി ഉണ്ടായിരുന്നു, 55 കൊടുക്കുമായിരുന്നു. അത് ഈ അവൾ ഗൾഫിലെ ഒരു ഇതാണ്. ഗൾഫിൽ നമ്മളൊരു ഷെയർ എങ്ങനെ ആയിരിക്കും, അർബാബിൻ്റെ കമ്പനി തുടങ്ങുമ്പോൾ 51 ഏണ്ട ആരുടെയാണ് അയാൾ അല്ലേ? നമ്മൾ പൈസ മുടക്കിയാലും 50 മേജർ പോർഷൻ ആരുടെ ആയിരിക്കും? അവിടെ അങ്ങനല്ല. എൻ്റെ അതിനാണ് അവൾ 51 കൊടുക്കുന്നത്. 80 കൊടുക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. 80% ഒരു കുറവും വരുന്നില്ല. കണ്ണടച്ച് പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച്. When God lift you up, instead of raising your standard of living, we had to raise our standard of living. That is needed. നമ്മളൊരു മാരുതി 800 ആണെങ്കിൽ നാളെ നമുക്കൊരു നല്ല കാറ് വേണ്ടി വരും. അതെല്ലാം ആവശ്യമാണ്. നമ്മുടെ വീടൊന്ന് മാറ്റിയിട്ട് ഇടേണ്ടി വരും, ആവശ്യമാണ്. സീരി ചെയ്യേണ്ടി വരും, AC വെക്കേണ്ടി വരും. ഇറ്റ്സ് ഓൾ നീഡഡ്. പക്ഷെ ഒരു കാര്യം കൂടെ കൂട്ടണം, സ്റ്റാൻഡേർഡ് ഓഫ് ഗിവിങ്. കുഞ്ഞുങ്ങളോടൊക്കെ പറയട്ടെ, കൊടുത്തു പഠിക്കണം. നിങ്ങളുടെ കയ്യിൽ ആരെങ്കിലുമൊക്കെ പോക്കറ്റ് മണി തരുന്നത് ഇന്ന് എന്ത് ചെയ്യണം? കൊടുക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഞാൻ പൗർവശനിൽ നിന്ന് ഒത്തിരി പാഠങ്ങൾ പഠിച്ചതിൽ ഏറ്റവും വലിയ പാഠം തൃശ്ശൂരിനടുത്തുള്ള 2 പെൺകുഞ്ഞുങ്ങളുടെ ജീവിതമാണ്. അവിടെ പിതാവ് മരിച്ചുപോയി. തൃശ്ശൂരിനടുത്താണ്, സമേർഹിയ. നല്ല 2 സുന്ദരി പെൺപിള്ളേർ, ഡിഗ്രിക്ക് പഠിക്കുക, മിടുക്കരാണ്, കണ്ടറിയാം. അവർ
ഈ തൃശ്ശൂർ നിന്ന് അങ്ങോട്ട് പോകുന്ന ഈ ഒരു അങ്കമാലി ആ ഭാഗത്ത് എവിടെയാണ്. ആ കുഞ്ഞുങ്ങൾ കുറച്ച് പൈസ എൻ്റെ കൊണ്ടുതന്ന്. അപ്പം മരിച്ചുപോയി. അവരുടെ ഉപ്പാപ്പം വലിയൊരു കാശുകാരനാണ്. അവരാണ് അവരെ വളർത്തുന്നത്. ഈ കുഞ്ഞുങ്ങൾ ഈ കാശ് തന്നിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രിൻസ് അങ്കിൾ പൗർവിഷൻ്റെ ആവശ്യം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പൈസ ഇല്ലായിരുന്നു. അവധിക്ക് ഞാനും ചേച്ചി അമ്മയും കൂടെ കൂടി ചൂലുണ്ടാക്കി. എന്നിട്ട് ഈ സുന്ദരി പെമ്പിള്ളാര് വീടാന്തരം കയറി ചൂല് വിറ്റ് എൻ്റെ കാശ് എൻ്റെ കൊണ്ട് തന്നു. ചൂല് വിറ്റ് എൻ്റെ കാശ്. സുന്ദരി 2 പെമ്പിള്ളാര് വീടാന്തരം കയറി ചോദിച്ചു, എന്ത് വേണം? ചൂല് വേണം. ചൂല് വിറ്റ കാശ് കൈകൊണ്ട് മേടിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഒത്തിരി പേര് ഇങ്ങനെയൊക്കെ ഈ ലോകത്തുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് തമ്പുരാൻ ഇന്ന് ഈ സഭയൊക്കെ നിർത്തിയേക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കണ്ടേ? ഭാഷ എന്ത് ചെയ്യരുത്? കലങ്ങരുത്. മേളിൽ എന്ത് വേണം? ആസ്തി വേണം. വേണ്ടേ? വേണ്ടാത്ത ഒന്നും എവിടെ പാടില്ല, വീട്ടിൽ പാടില്ല. ലോകത്ത് കയറിയതുപോലെ പറ്റിയതുപോലെ വീട്ടിലെന്ത് കയറ്റരുത്? മദ്യം കയറ്റരുത്. നമുക്ക് പ്രാർത്ഥിക്കണം, മതിൽ കെട്ടി പ്രാർത്ഥിക്കണം. വേണ്ടേ? വേണം. പ്രാർത്ഥിക്കണം.